ഓപ്ഷൻ കാണില്ലേ? ആ, കണ്ട് കണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്? നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഗുഡ് മോർണിംഗ് ചെയ്യുന്നില്ലേ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന്. നോമ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ അല്ലേ ജോയിൻ ചെയ്ത്. ഇതിന്റെ മുന്നേ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എനിക്ക് ശബ്ദം അടിച്ചിട്ടുണ്ട് ജലദോഷം കാരണം. അപ്പൊ പറയുന്നത് ചിലപ്പം ആ, വ്യക്തമാവണമെന്നില്ല. കുറച്ച് സൗണ്ട് കുറവുണ്ട്. അപ്പൊ അതെല്ലാവരും ക്ഷമിക്കുക, പൊറുക്കാന്നില്ല ആദ്യം പറയാനില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഈവനിങ് ആവുന്ന സമയത്ത് കുറച്ചുകൂടി ആൾക്കാർ ഉണ്ടാവലുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പം പെരുന്നാളിൻ്റെ ഒക്കെ തിരക്കിൽ ഇതെല്ലാം എങ്കിൽ ഇപ്പൊ മോർണിംഗ് ആണല്ലോ ഉണ്ടാവല്. കാണാത്തവരൊക്കെ ആയിരിക്കും. നമ്മൾ പോസ്റ്റർ ഇടാനുണ്ട്, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എഡിറ്റർ കുറച്ച് ബിസി ആയതുകൊണ്ട്. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, കറക്റ്റ് ടൈമിൽ തന്നെ 14 ആൾക്കാരെല്ലാം അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മൾ എന്തായാലും ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല, ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് കിട്ടാൻ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ടോപ്പിക്ക് കണ്ട് ഓറൻസി മാം വന്നിട്ടുണ്ട്. താങ്ക് യു. ടോപ്പിക്ക് കണ്ടിട്ട് ആരും ജോയിൻ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പോസ്റ്റ് നമ്മൾ ലേറ്റ് ആയിട്ടുകൊണ്ട്. ടോപ്പിക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, മനോഹരമായി സംസാരിക്കുക എന്നുള്ളതാണ്. അതൊന്നൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വിഷയത്തിൽ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ഈ അടഞ്ഞ ഭയങ്കര ഓരോന്നുള്ള വോയിസ് വെച്ചിട്ട് ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാം. അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സ്കില്ലാണല്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത്. നമ്മളെ മനുഷ്യന്മാരെ കണക്ട് ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ഇപ്പൊ ചിലർ പറയും ഹൗസ് വൈഫ് ആണല്ലോ, എനിക്ക് സ്കില്ല് പഠിച്ചിട്ട് എന്താ. അവിടെ ആവശ്യമുണ്ട്. എല്ലാ ഹസ്ബൻഡിനെയും മക്കളെയും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ബെറ്ററായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതുണ്ട്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വാപ്പ നമ്മുടെ അടുത്ത് ഭയങ്കര ചൂടായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പോയി റിക്വസ്റ്റ് ചെയ്യോ? ഇല്ലല്ലോ. ഒരു സ്ഥലകാലം അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി എടുക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കലുന്നില്ലേ, അതിലാണ് നമ്മൾ സ്കില്ല് എടുക്കുക എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ നോളജും ഉണ്ട്, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നിടത്താണ് ഇമ്പോർട്ടൻ്റ് എന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അടിപൊളിയായി അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ മരിക്കുന്നവരെ. കാരണം ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിന് ഓരോരോ രീതികളാണ് ഓരോ മനുഷ്യരുടെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരിക. നമ്മൾ ഹസ്ബൻഡ് ഡീൽ ചെയ്യുന്ന പോലെ പോലെ വാപ്പ ഡീൽ ചെയ്യുക. വാപ്പൻ്റെ അടുത്ത് പറയുന്ന പോലെ പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല മക്കളെടുത്ത്. ഓരോരുത്തർക്ക് വേണ്ടുന്ന രീതി നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പം ഏറ്റവും നിങ്ങൾക്ക് ചുറ്റിയുള്ള മനുഷ്യന്മാർക്ക് ഇൻഫ്ലുവൻസ് ആയി ഒരു വേറെ രീതി പറയുകയാണെങ്കിൽ നിങ്ങളെ കാര്യമൊക്കെ നേടിയെടുക്കാൻ എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നില്ല, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ചുമ്മാ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെ സംസാരിക്കുക എന്നില്ല. പിന്നെ നല്ല രീതിക്ക് സംസാരിക്കുക എന്നെങ്കിൽ ഒരു ജോബ് ഓപ്ഷനും കൂടിയാണ് കേട്ടോ അത്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ കാണാറില്ല ഇൻസ്റ്റഗ്രാമിൽ, ടെലികോളർ എന്നൊക്കെ. അവിടെയൊക്കെ ആവശ്യമുള്ള സ്കിൽ അതാണ്, അടിപൊളിയായി സംസാരിക്കുക എന്നല്ല. ഇനി ഞാൻ കുറെ കഥയൊന്നും പറയുന്നില്ല. അഫ്സൽ സർ അടിപൊളിയായി തന്നെ പറഞ്ഞുതരും. അതിന് മുന്നേ നമ്മൾ എന്നും 3 കാര്യങ്ങളിലാണ് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയാറില്ല. ഇവിടെ വരുന്ന സമയത്ത് ഒരു കൈൻഡ് ആയിട്ടിരിക്കാം. എനിക്ക് എല്ലാം അറിയും, ഞാൻ വലിയ ടോപ്പാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാണ്ട് ഒരു കുട്ടിയുടെ മനസ്സോട് കൂടി നിറഞ്ഞ കപ്പല്ലാണ്ടിരിക്കുക. കാരണം കുട്ടികളെ മൈൻഡ് സെറ്റ് പ്രത്യേകത, അവർ എന്ത് സ്വീകരിക്കാൻ റെഡിയാണല്ലോ ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പിന്നെ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല, നമ്മളടുത്ത് മിസ്റ്റേക്ക് വരാറുണ്ട്. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, പഠിച്ചവന് മലക്കോളൊന്നും അല്ലല്ലോ തെറ്റുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിൽ പറയുന്ന കാര്യത്തിലേക്ക് നോക്കുക, അത് നമ്മളെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയെന്ന് ആലോചിക്കുക, അതെടുത്തിട്ട് നമ്മൾ ഗ്രോ ചെയ്യാന്നില്ല. പിന്നെ ഇപ്പൊ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാതെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഒന്നും നമ്മൾ റെൻസി മാമോ ഞാനോ അഫ്സൽ സർ മാത്രമേ വീഡിയോ മോഡിലുള്ളൂ. ഇനി താങ്ക് യു, നിങ്ങളൊക്കെ അടിപൊളി മനുഷ്യന്മാരാണ് എന്നില്ല നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണെങ്കിൽ യൂണിക് ടോക്കിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ അടിപൊളി മനുഷ്യന്മാർ മാത്രമേ വരാറുള്ളൂ. ഇനി വേണ്ടല്ല അഫ്സൽ സാറെ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ് യൂണിക് ടോക്കിലേക്ക്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് നിങ്ങൾ ഓൾറെഡി എടുത്ത്, പിന്നെ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കണോ? ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. 78ാമത്തെ യുണീക്ക് ടോക്കിലേക്ക്, 78 ആഴ്ചകളായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഈ യുണീക്ക് ടോക്ക് നടത്തുന്നുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും. നമ്മളും നമ്മളുടെ സ്റ്റുഡൻസും നമ്മളെ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടെ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. With heartfelt gratitude, we start our session. Thank you everyone for joining. ഗുഡ് ഈവനിങ് എവരി വൺ. അസ്സലാമു അലൈക്കും. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന പോലെ വരിട്ടോ. അവർ കാണാൻ ഒരു രസമാണ്. ഇവിടെ അത് റിൻസിമാന് മാത്രമേ ഇവിടെ, പിന്നെ നമ്മുടെ മിസ്സിനെ ടീം മെമ്പറെ കാണണ്ടേ. അപ്പം ഹഷീം ബ്രോ ഒക്കെ ഇവിടെ, ഹഷീം ബ്രോ ഒക്കെ ഉംറൊക്കെ പോയെടുത്തുനിന്നാണ് തോന്നുന്നു ഇവിടെ കയറി കാണുന്നുണ്ട്. ഹസീന മാം ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് സഫീല മാം ഉണ്ട്, ആയിരം മാം, കുറെ ആളെ കാണുന്നുണ്ട്. ആ ഷാക്കിർ ഖാൻ ഉണ്ട്. മാഷാ അല്ലാ, ബർക്കത്തായല്ലോ. ഏതായാലും അടിപൊളി. വഫ മാം കയറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ എല്ലാ വീക്കിലും പറയും പോലെ
ഒന്ന് നിങ്ങൾ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണ് ജോയിൻ ചെയ്യുന്നതെന്നൊന്ന്, ഇപ്പൊ ഉള്ള സ്ഥലം. ശ്രീവർഷ മാം ഉണ്ടല്ലേ, നമ്മുടെ യുണീക്ക്, നമ്മുടെ ഗ്രോത്ത് എക്സിൽ ജോയിൻ ചെയ്ത ശ്രീവർഷ മാം ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. അപ്പം ഈ ആ, ഓരോരുത്തർ ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഫാത്തിമ, റസിൻ, റിൻസിൻ കൊടുവള്ളി നമ്മളെ നാട്ടുകാരാണല്ലോ. ഞാൻ മടവൂരാട്ടോ. ഞാൻ മടവൂർ മുക്ക് വെമ്പാശ്ശേരി റോഡില. പിന്നെ വഫ എന്ന് പറഞ്ഞ ആള് മലപ്പുറം, ശ്രീവർഷ മാം ആലുവ, അഷിംബ്രോ മലപ്പുറം ഡിസ്ട്രിക്ട്, റിൻസിൻ അങ്ങനെ. ഫാത്തിമ ഫൈസ് കോഴിക്കോട് നാദാപുരം, അസ്ന മാം കണ്ണൂർ, റിസ്വാന മാം പത്തനംതിട്ട, ഷംന മാം ട്രിവാൻഡ്രം, ഷംന മാം ഉണ്ടല്ലേ, അബ്ദുൽ ബാസിത് നാദാപുരം, ഷാക്കിർ ഖാൻ ട്രിവാൻഡ്രം, ഹസീന മാം ട്രിവാൻഡ്രം, ഹസ്ബൻഡ് വൈഫ് ആണല്ലോ. സഫീല മാം കൊല്ലം, പതികൻ. അതെന്താ പതികൻ? നിങ്ങളെ പേരെന്താ പതികൻ? ഇതെന്താ വായിക്ക? ആലപ്പുഴ. ഇത് കമ്പനീന്റെ പേരാണോ? വാഹിദ മാം മലപ്പുറം. അബ്ദുൽ ഖാദർ. ഓക്കെ, പതികൻ എഴുതിയ അബ്ദുൽ ഖാദർ എന്ന ആളാണ്. അവര് ആലപ്പുഴ. ഓക്കെ, ഏതായാലും നല്ല റെസ്പോൺസ് ഒക്കെ ഉള്ള നല്ല ആക്റ്റീവ് ടീമാണ്. ഒരുവിധം എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അല്ല, അങ്ങനെ 28ാമത്തെ യൂണിക് ടോക്കിൽ നമ്മള് ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് എങ്ങനെ സംസാരിക്കാം. അതെങ്ങനെയാന്ന് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ ആലോചിച്ചെന്താ അറിയോ, ഈ ടോപ്പിക് ഇന്നിങ്ങനെ മനസ്സിൽ തോന്നിയ സമയത്ത് ഷംന മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. പറ്റുന്ന പോലൊക്കെ ഒന്ന് വീഡിയോ മോഡിലൊക്കെ വരിട്ടോ, ഒന്ന് ഇന്ററാക്ട് ഒക്കെ ചെയ്ത്. അസീന മാം, നമ്മളെ സ്റ്റുഡൻസ് എങ്കിലും ഒന്ന് വരി. അഷീം ബ്രോ ട്രാവലിംഗ് ആയിരിക്കും. സഫീല മാം, സോഫ മാം ഉണ്ട്. അപ്പോ നമ്മൾ ഇന്ന് ടോപ്പിക് വെച്ചത് മനോഹരമായി സംസാരിക്കാൻ 7 കാര്യങ്ങൾ. അത് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കി എടുത്തതാ കേട്ടോ, ആ ടോപ്പിക്. ഇങ്ങനെ നോക്കിയപ്പോ എന്താ ടോപ്പിക് എന്താ എടുക്കുക, അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഉണ്ട് നല്ലൊരു പേര്, മനോഹരമായി പക്ഷെ പോസ്റ്റർ കിട്ടാൻ കുറെ ലേറ്റ് ആയി പോയി. അപ്പൊ പിന്നെ ആരും പോസ്റ്റർ കണ്ടിട്ടൊന്നും കേറിയല്ലേ, വെറുതെ ഇങ്ങനെ ലിങ്ക് കണ്ടവൻ കേറിയതായിരിക്കും. ഏതായാലും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അത് അധികം ആൾക്കാർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. നമ്മളെല്ലാവരും എം ടി കപ്പ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, അറിയുന്ന കാര്യങ്ങളും പറയാം. എന്തെങ്കിലുമൊക്കെ പുതിയ ഉണ്ടെങ്കിൽ ചെറിയതെങ്കിലും ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്താ പറയാ, ആ ടോപ്പിക് ഇങ്ങനെ കണ്ട സമയത്ത് ഏഹ്, ഒരു 2021 ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറുന്നത്. 2021 5 കൊല്ലായി. അന്ന് അവിടെ കേറിയിട്ട് ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഉണ്ടല്ലേ ഒരു ക്ലബില് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ ഇരിക്കുന്നൊക്കെ ഓരോ കമ്പനീന്റെ ഹൈ പൊസിഷനിലുള്ള ആൾക്കാരും, യു എയിലുള്ള, ദുബായ് അല്ലേ. അപ്പോ പല പല കമ്പനികളുടെ മാനേജർമാരും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കയറി ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയപ്പോണ്ട് കാലിങ്ങനെ വിറയ്ക്കുന്നു. കാലിന്റെ കാല് രണ്ടിന്റെ മുട്ട് കൂട്ടി മുട്ടിയില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ വിറക്കിയ കാല്. ഞാൻ വിചാരിച്ചു പടച്ചോനെ, നാണക്കേടായാലും അത്രയും നീളവും വലിപ്പമുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് വിറയ്ക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട്. പക്ഷെ അന്നത്തെ ആ വിറയോട് കൂടിയിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, എങ്ങനെങ്കിലും ഇത് ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കണം. അതിന്റെ ഒരു പ്രോസസ്സിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ യുണീക് ടോക്ക് ഒക്കെ തുടങ്ങിയതും ഇപ്പം 78 ആഴ്ചകളായി ഈ പരിപാടി നടക്കുന്നതൊക്കെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഷംന മാം ഒക്കെ ഒരുപാട് ആഴ്ചകളായിട്ട് സ്ഥിരമായിട്ട് കയറുന്ന ആൾക്കാരാണ്. അവരിപ്പോൾ ഒന്നും മിസ്സാക്കാതെ അങ്ങനത്തെ നല്ല മനുഷ്യന്മാരെ കണക്ട് ചെയ്യാനും, ഷംന മാം മാത്രം പറഞ്ഞല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും ഒക്കെ സഹായമായിട്ട് മാറിയത് ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അൽഹംദുലില്ലാ, അത് പഠിച്ചവന്റെ സഹായം കൂടി കൊണ്ടുകൂടിയാണ്, നമ്മുടെ മാത്രം കഴിവല്ല. അസീന മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. അസീന മാമും ഇവിടെ വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. താങ്ക് യു മാം ഫോർ ജോയിനിങ്. അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടി വലിച്ച് ടോപ്പിക്കിലേക്ക് അല്ല, നമ്മളിങ്ങനെ
നിങ്ങളുടെ ടൈം റെസ്പെക്ട് ചെയ്യാതെ പോകുന്ന രീതിയിലാവണ്ട. അന്ന് ഇന്ററാക്ട് ചെയ്തേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള നമ്മളെ എന്താണ് ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ബി ഒതന്റിക് എന്നുള്ള കാര്യമാണ്. ബി ഒതന്റിക് എന്ന് പറയുന്ന സമയത്ത് മറ്റൊരാളെ പോലെ സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. മിസ്റ്റിന്റെ തലയിൽ ആരോ വന്നെന്തോ വരയ്ക്കുണ്ടല്ലോ. താത്തന്റെ കുട്ടി അപ്പുറത്തുനിന്ന് കൈ കൊണ്ട് കാണിക്കുക. അങ്ങനെ ഞാനും വിചാരിച്ചു എന്താ പരിപാടി. അപ്പം ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ ഞാനിപ്പോ വിചാരിക്കുകയാണ് എനിക്ക് ഈ റിയാസ് ഹക്കീം സാറിനെ പോലെ സംസാരിക്കണം, എനിക്ക് നടക്കോ? എനിക്ക് മാജിദായിട്ടല്ലേ സംസാരിക്കാൻ പറ്റും. ഈ സ്ഥാപനത്തിന്റെ പേര് പോലെ തന്നെ യുണീക്ക് ആയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും യുണീക്ക്ലി ടാലന്റഡ് ആണ്. നമ്മളുടെ ഓരോ സ്കില്ലുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രൂപേണ നമ്മൾ അവതരണ രീതി ഉണ്ടാവുക. അപ്പോൾ ഹോണസ്റ്റ് സത്യസന്ധമായിട്ട് നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അത് പ്രസന്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഭാഷ ഒക്കെ ക്ലിയർ ആക്കി വേണം സംസാരിക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണോ സംസാരിക്കാറ് ആ രീതിയിൽ തന്നെ നല്ല ഫ്ലോയിൽ ആ ഫ്ലോ നഷ്ടപ്പെടാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ എങ്ങനെയാണോ ഒരാളോട് മറ്റുള്ളവരോട് നമ്മളെ വീട്ടിലൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറയുന്ന പോയിന്റ് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാം, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് മറ്റ് ഓരിപ്പോൾ എന്തായിരിക്കും വിചാരിക്കുക, ഞാൻ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവോ, ആ രീതിയിലൊക്കെ അറിയാതെ കൺഫ്യൂഷൻസ് വന്നു പോകും. നമുക്ക് ആ ടോപ്പിക്കിലേക്കുള്ള ശ്രദ്ധ മാറിയിട്ട് അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്, അവർക്ക് മനസ്സിലാവുന്നുണ്ടാവോ, ആ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ വരും. നമുക്ക് മലയാളം ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വരുന്നൊരു ഇപ്പോൾ നമ്മുടെ യുണീക്ക് എക്സ് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഈ ട്രെയിനർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് പറയും ഞാന് കാസർഗോഡാണ്, അല്ലെ ഞാൻ മലപ്പുറത്താണ്. ഹസീന എനിക്ക് ഓർമ്മയുണ്ട്, ഹസീനാവിന് ഓർമ്മയുണ്ടോ? ഹസീന മെസ്സേജ് പറഞ്ഞാണ് ഞാൻ കാസർഗോഡാണ്, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല, എനിക്ക് അങ്ങനെ മീൻസ് പ്രൊഫഷണലി ഞാൻ സംസാരിക്കും. പക്ഷെ എന്നിട്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പഠിപ്പിച്ച ഹസീന മാം ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ 2 മാസത്തിന്റെ ഉള്ളില്. മീൻസ് ആ മാമിന് ആ സ്കില്ലും കൂടെ കിട്ടിയതിന് ശേഷം അതിൽ മാമിന് തന്നെ മനസ്സിലായി നമ്മൾ വേറെന്തോ ആളായി മാറില്ല വേണ്ടത്, നമ്മളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കലാണ് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഈ നോമ്പിന് വരെ 27 ദിവസവും ക്ലാസ് എടുത്ത ആളാണ്. നമ്മുടെ യുണീക്ക് ടോക്കിലും വന്നിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ. അപ്പൊ ഏതായാലും ഒന്ന് ആ കാര്യം എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. അത് എന്ത് കാര്യമാണെങ്കിലും കേട്ടോ, നമ്മളെ മുന്നിലിരിക്കുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷനോ അവരുടെ നിലയും വിലയോ അതൊന്നും അതിലേക്കൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഉപകാരം മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഒറ്റൊരു ഇന്റൻഷൻ വെച്ചാൽ മാത്രം മതി. പിന്നെ അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന സമയത്ത് ആ പറയുന്ന കാര്യം കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ് മീൻസ് ചിലപ്പോൾ നമ്മൾ എപ്പോഴോ നമുക്ക് വന്നൊരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഗൂഗിളോ യൂട്യൂബോ ChatGPT ഒക്കെ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒന്ന് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാൻ ശ്രമിക്കുക. പിന്നുള്ളത് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം കഴിയുന്നിടത്തോളം മറ്റൊരാളെ ഉപദ്രവിക്കാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ സംസാരിക്കുക, മൗനം വെടിയുക എന്ന് പറഞ്ഞത്. ദേഷ്യം വരുമ്പം സംസാരിക്കരുതെന്ന് കേട്ടില്ലേ? ഇതേപോലുള്ളൊരു സംഭവം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ആ പറയുന്ന കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നെസസറി ആയിട്ടുള്ളതാണോ, ചിലപ്പം ചില ആളുകൾ അറിയാതെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലും അല്ലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യുന്ന മോശമായിട്ടുള്ള വാക്കുകളൊക്കെ അറിയാതെ വന്നു പോകും. അതിനൊറ്റൊരു ഐഡിയ ഉള്ളൂ, അങ്ങനത്തെ ആളുകളുമായിട്ട് കഴിയുന്നിടത്തോളം കണക്ഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. കാരണം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയാലാണെങ്കിൽ കുറച്ചൊരു ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുകയാണെങ്കിലൊക്കെ
ചില ആളുകൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഇങ്ങനല്ലോ, ചിലപ്പോൾ അവർ പറയുന്നത് റൂഡായിട്ട് പോലും ആയിരിക്കാം. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയും, അങ്ങനെയൊന്നല്ലല്ലോ, കുറച്ച് മുന്നേ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടല്ലോ. ആ രീതിയിലൊക്കെ പെട്ടെന്ന് റിയാക്ഷൻസ് വരുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മളുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി നല്ലൊരു നീയത്തോട് കൂടിയിട്ട് വേണം ആ ടോക്കിലേക്ക് കടക്കാൻ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ സമയത്തും പറയാറുണ്ട്, ഇന്റൻഷൻ, നീയത്ത്. ആ ഇന്റൻഷൻ ക്ലിയർ ആക്കിക്കൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ എന്ത് ഇമോഷണലി എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇമോഷണലി അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. നമ്മൾ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയി മാറണമെങ്കിൽ. പിന്നെ വെച്ചാൽ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകളെ കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരു നല്ല മനസ്സോട് കൂടിയിട്ട് ഇരിക്കുക. ആരും ഇങ്ങനെ ഈ റോബോട്ടിന്റെ മാതിരി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് പോകാനല്ല വരുന്നത്. അവർക്കും ചില കാര്യങ്ങൾ കൺവേ ചെയ്യാനുണ്ടാവും. അതേപോലെ ഒരാൾ ഇങ്ങോട്ട് നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് ചിന്തിച്ചു നോക്കുക. അവരുടെ ടോണിൽ എന്തെങ്കിലും ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവരുടെ ടോണൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അവരുടെ ഇമോഷൻ എന്താണ്, ആ ടോണിൽ എന്തോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും ആണോ, ആ രീതിയിലൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെയാണ് ഭയങ്കര സ്പീഡിൽ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് എല്ലാവർക്കും ഒന്നും ചിലപ്പം നമ്മൾ ഭയങ്കര സ്പീഡിൽ ഷടപടേ എന്ന് പറഞ്ഞ് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ, റഷായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അത് കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, മാക്സിമം ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ കൊടുത്ത് ഒരു ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോസൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പോയിന്റ്, ഇപ്പം എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഒക്കെ പറയുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് സൗണ്ട് കൂട്ടി പറയും. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നും കൂടി കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കി മാറ്റാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സമയങ്ങൾ വരുന്ന സമയത്ത് കഴിയുന്നിടത്തോളം കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ആരെങ്കിലും ഒരു ചില ആൾക്കാർ പ്രോഗ്രാമിന് വരുന്ന നമ്മളെ ക്ലാസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വരുന്ന തന്നെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ആൾക്കാരുണ്ടായേക്കാം. ഞാൻ ഇവിടുത്തെ ആൾക്കാരെ കാര്യമല്ല കേട്ടോ പറഞ്ഞു, യൂണിക് ടോക്കിലൊന്നും ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ല. 28 ആഴ്ച നടത്തിയിട്ടും അൽഹംദുലില്ലാ പഠിച്ചവന്റെ സഹായം കൊണ്ട് ആരും ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഒന്നും ചെയ്തില്ല. നമ്മളെ ഇന്റൻഷൻ കൊണ്ടാണോ മനുഷ്യന്മാർ നല്ലൊരു നല്ലതോ ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല. അപ്പൊ ഏതായാലും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എല്ലായിടത്തും ഒന്ന് പോയി സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവുക. ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സൈഡായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ സമയത്താണെങ്കിലും കാമായിട്ട്, ഞാൻ എങ്ങനെ എൻ്റെ മുന്നിലുള്ള ആളുകൾ റെസ്പോണ്ട് ചെയ്താലും ഞാൻ കാമായിട്ടിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ എന്നെപ്പോ ഇത്ര കുറച്ച് ആൾക്കാരുടെ ഇടയിലിട്ട് ഓല് മോശമാക്കാൻ ശ്രമിച്ചാൽ തന്നെ എനിക്കൊന്നും പറ്റാനൊന്നും പോകുന്നില്ല. കാരണം ഇപ്പൊ ഈ 10-26 ആൾക്കാരെ മുന്നിൽ ഇട്ടിട്ട് ഇപ്പൊ എന്നോട് എന്തെങ്കിലും ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം 21 ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളുടെ ലൈഫിലുള്ളത്. കുറച്ച് ആളുകളെ മുന്നിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അറിയാത്ത എന്തെങ്കിലും ഒരു വിഷയം അറിയാത്ത ഒരാളായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് മനുഷ്യന്മാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന സമയത്തല്ലേ അതിന്റെ വിഷയം വരുന്നുള്ളൂ. നമുക്ക് ഒരുപാട് വേറെ മനുഷ്യന്മാരുണ്ട്, പഠിച്ചവനൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ ആ ചിന്തയിലേക്ക് ആളുകളെ ഇമ്പ്രസ് ചെയ്യാന്നുള്ളൊരു ഇന്റൻഷൻ മാറ്റിയിട്ട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളൊരു ഇന്റൻഷൻ വെക്കുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഉള്ളതാണ് എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒരു ഡിസഗ്രിമെന്റ്സ് നമ്മൾ പറഞ്ഞ ടോപ്പിക്കുമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഒന്നും കൂടെ പറയാണ്, നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ആ സമയത്താണ് മെയിനായിട്ട് നമ്മൾ എമ്പതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. എമ്പതി എന്ന് പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്നോട് ഇപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്തത്, ഇവിടെ ഒരാളിങ്ങനെ മറ്റേ പാലത്തുമലും ഇവിടേക്കൊക്കെ പോണ്ട്. കൊറേ നേരം കണക്ട് ചെയ്ത് അടങ്ങിയിരിക്കാൻ കഴിയൂലേ, അതാ അങ്ങനെ ഓരോന്നൊക്കെ. ഇത് നമ്മളെ കഴിഞ്ഞ നോമ്പിന് കയറിയ സിനിമയാണത്. അതെ, ഞാനിങ്ങനെ ഈ പേര് എവിടോ കേട്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ എവിടോ ഒന്ന് മെസ്സേജ് അയച്ചിരുന്നല്ലോ അല്ലേ, വാട്സപ്പിലാണ്.
യെസ് യെസ്, ഞാനത് ബേസ് എവിടെയോ കണ്ടിരുന്നു, കുറെ ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ആരാന്ന് ഇങ്ങനെ ഓർക്കേ. ആ, ഏതായാലും എങ്ങനെ കൊറേ നേരം ഇങ്ങനെ അടങ്ങിയിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ ശീലം. അപ്പം പിന്നെ കൊറേ നേരം കേട്ടിരിക്കുമ്പേ അപ്പൊ കേട്ടിരുന്ന് അങ്ങനെ ശീലമില്ലാന്നല്ലേ? ഇരുന്ന് ശീലമില്ല. ക്ലാസ്സിൽ പണ്ടേ സംസാരിച്ച് ഉടായ്പ കളിച്ച് നടന്നു. അതെ അതെ. ഞാനൊരു സത്യം പറയട്ടെ, ഇന്നിപ്പോ ഇന്നിപ്പോ നമ്മളിപ്പോ എത്ര സമയം സംസാരിക്കുന്ന, ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ കേട്ടോ സംസാരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക ചിലപ്പോൾ റിൻസി മാമിന്റെ ഫേസ് ആയിരിക്കും. എന്താ സംഭവം എന്നറിയോ? ഒരാൾ ഒരു ഒറിജിനൽ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ, നമ്മൾ ഇന്നിപ്പോ ഫുൾ ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പോലും നമുക്ക് ആകെ ഓർമ്മ ഉണ്ടാവുക ഇന്ന് നടന്ന എന്തെങ്കിലും ചില ഇമോഷൻസോ എന്തെങ്കിലും കഥകളൊക്കെയാണ്. പൊതുവെ പൊതുവെ ആളുകൾക്ക് മനസ്സിൽ മിസ്സിന് പറയുന്നുണ്ട് ഡൈവേർട്ട് ആവലിട്ടോന്ന്, ടോപ്പിക്ക് വ്യതിചലിച്ച് പോലിട്ടോന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു കഥ, ഞാനിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുണ്ട്. ചിലപ്പോ ഞാനിങ്ങനെ കാല് വിറച്ചിട്ട് ഒരു ഓഡിയൻസിന് മുന്നിൽ ഇങ്ങനെ നിൽക്കണം, ചിലപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ ബാക്കി ഞാൻ പറഞ്ഞൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനെ കേറിയിട്ട് സ്റ്റേജിൽ കേറിയിട്ട്, അപ്പൊ ആ സമയത്ത് ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? സംസാരിക്കാൻ ഒരു സ്റ്റേജോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവിടെ കേറിയിട്ട് ഇങ്ങനെ തരുത്ത് നിന്ന് പോയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ലൈഫിൽ? അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അവിടേക്ക് കയറാൻ കോൺഫിഡൻസ് കിട്ടാതെ ആ ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കിയ ആൾക്കാരുണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് എവിടെയും ഒന്നും സംസാരിക്കാനൊന്നും കയറിയില്ലായിരുന്നു. ആരുമില്ല. ആ, ഷംന മാം ഉണ്ട്. അതേ ഉള്ളൂ അല്ലേ, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും പോവാറില്ലായിരുന്നു. റിൻസിൻ മാം ഒക്കെ എനിക്ക് തോന്നുന്നു കിട്ടുന്നതിന്റെ മുന്നേ തന്നെ പോയി സംസാരിക്കുന്ന തോന്നുന്നു, ഞാനും സംസാരിക്കട്ടെ എന്നിട്ട്. അവിടെ മുതലാക്കും. അതെ അതെ. ഏതായാലും അപ്പൊ പിന്നെ അതേപോലെ ഫാമിദ മാം പറയുന്നുണ്ട് എല്ലാം ഇഷ്ടമാണ് പക്ഷെ മടിയാണെന്ന്. നല്ലതാ, മടി നല്ലതാ, വളരെ നല്ലത്. ശരിക്കും മടിയന്മാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ കേട്ടില്ല? ഇപ്പൊ ഏറ്റവും മടിയന്മാരായിട്ടുള്ള ആളുകളാണ് അവർക്ക് ചെയ്യാനുള്ള വർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വഴിയിലൂടെ ആരെങ്കിലും അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. ദാറ്റ് മീൻസ് നല്ല മാനേജിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക്. പിന്നെ ഉള്ളതാ നേരത്തെ പറഞ്ഞ പോലെ കഥകൾ പറയാ. ഇപ്പം ഒരു മടി കണ്ടുപിടിച്ചത് ഞാനാണ് അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ, അഫർമേഷനായി മാറും. പിന്നെ ആ നല്ല കഥകളിലൂടെ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ കഥകളാണ് മനുഷ്യന്മാർക്ക് ഓർമ്മ ഉണ്ടാവുക. പിന്നെ ഈ കഥ പറയാനായിട്ട് കഥ ഉണ്ടാക്കി പറയണ്ട, ലൈഫിൽ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടെങ്കിൽ അതിനാണ് കുറച്ചും കൂടെ ആളുകളുടെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക കേട്ടോ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കി എടുക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക പറയുമ്പോൾ, നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ സെഷൻ കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു സെഷനാണ്, വലിയ നീട്ടി വലിച്ചു പോണ സെഷനൊന്നും അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-6-7 പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പം ഫീഡ്ബാക്കിനൊക്കെ ചോദിക്കും. ഫീഡ്ബാക്കിനൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തെങ്കിലും 2 വാക്കുണ്ടെങ്കിലും എന്തെങ്കിലും, ഇപ്പം കുറേ വലിയ എന്തോ പുതിയ സ്ട്രാറ്റജി ഒന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്തു, പക്ഷെ അങ്ങനെ ആണെങ്കിലും എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രണ്ട് പോയിന്റുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യുമെങ്കിലും ചെയ്യുക. പിന്നെ ഇത് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യം ചെയ്തിരുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ തന്നെ ഫോണ് ഓൺ ആക്കി വെക്കും, സെൽഫി ക്യാമറ ഓൺ ആക്കി വെക്കും. പണ്ട് UAE സമയത്ത് ഓണാക്കി വെച്ചിട്ട് ഞാൻ തന്നെ അതിലിങ്ങനെ സംസാരിക്കും. ദാറ്റ് മീൻസ് റീൽ എടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു കേട്ടോ, അന്നൊന്നും റീലൊന്നും അത്ര ഇതല്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എനിക്ക് എന്നെ റെക്കോർഡ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായി പറയും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒന്നിങ്ങനെ ഈ വീഡിയോ, നിങ്ങളെങ്ങനെ വീഡിയോ എത്ര വൃത്തിയായിട്ട് ചെയ്യുന്നത്, ആരാ എഡിറ്റ് ചെയ്തിരുന്നത്,
നല്ല രസമുണ്ടല്ലോ അതിന്റെ തീമും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞേ ഞാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറേ താഴോട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. കുറേ താഴോട്ട് പോയാൽ ഇങ്ങനെ കാണാം ഓരോ വീഡിയോ ചെയ്തതിന്റെ കോലം. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ തുടങ്ങിയതാണെന്ന്, മെല്ലെ 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 ഇങ്ങനെ ഡെവലപ്പായി വന്നതാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാലും നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള അങ്ങനത്തെ ആളുകളെ കഴിയുന്നിടത്തോളം കേൾക്കാൻ ശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നല്ലൊരു ലിസണറായി മാറാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല സ്പീക്കേഴ്സ് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ എഴുതി വെക്കാനും കൂടെ ശ്രമിക്കുകയാണ്. ദാറ്റ് മീൻസ് അവർ ചെയ്യുന്ന എന്തെങ്കിലും ടോണുള്ള ഷിഫ്റ്റോ അല്ലെങ്കിൽ ടോൺ ഷിഫ്റ്റോ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല, എന്നാലും നമുക്കതിങ്ങനെ കേട്ട് 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 നമ്മളും ആ രീതിയിലേക്ക് മെല്ലെ മെല്ലെ മാറി വരാം. അവരെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മളതായിട്ടുള്ള ശൈലിയിലേക്ക് അവരുടെ ഒരു അവതരണം കൂടെ മെല്ലെ ഇൻക്ലൂഡഡ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ പുസ്തകങ്ങൾ വായിക്കുക. നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സോ നല്ല സ്റ്റോറികളോ നല്ല നല്ല വാല്യൂസ് തരുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതും ഇതിന് യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഫ്രീ ആയിട്ടുള്ള ഇതേപോലുള്ള സെഷൻസ് അല്ലാതെ ചെറിയ പേയ്മെന്റിലുള്ള വേറെ സെഷൻ ഉണ്ട്. അപ്പം ഒരു സെഷന് 99, നിങ്ങൾ ഇങ്ങനെ ആഡൊക്കെ കാണല്ലേ, 99 ഉറുപ്പ്യൻ്റെ സെഷൻ, 79 ഉറുപ്പ്യൻ്റെ സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സെഷൻസ് ഉണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മളെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഗ്രോത്ത് എക്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. അതും ഇതേപോലെ ചെറിയ പേയ്മെന്റുള്ള നല്ല എക്സ്പേർട്ട് ടോക്കുകളും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊക്കെ വരുന്ന പ്രോഗ്രാമാണ്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം. കുറേ ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാർ. ശ്രീവർഷ മാം ഉണ്ട്, നമ്മുടെ അസീന മാം ഉണ്ട്, ഒരുപാട് ആൾക്കാർ അതിൽ ജോയിൻ, അസ്ന മാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരുപാട് ആൾക്കാർ, വായിദ മാം ഉണ്ട്, ഒരുപാട് ആൾക്കാർ അതിൽ ജോയിൻ ചെയ്ത ആൾക്കാർ. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് നല്ല ഗ്രേറ്റ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഇതിൽ ഗ്രോത്തെക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളെ അങ്ങനത്തെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിങ്ങനെ മെല്ലെ മെല്ലെ കേട്ട് 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 നമുക്കും ഓട്ടോമാറ്റിക്കലി അതിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഇന്ന് ഈ ഒരു 7 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ സംസാരിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഒന്ന്, സ്പീക്ക് ടു കണക്ട് നോട്ട് ടു ഇംപ്രസ്. എങ്ങനെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹോണസ്റ്റ് ആയിട്ടുള്ള ഭാഷ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു സംസാരിക്കുന്ന ആൾ എന്നതിലുപരി നല്ലൊരു ലിസണർ ആയിട്ടിരിക്കുക. മാസ്റ്റർ ദി ആർട്ട് ഓഫ് ലിസണിങ്. നല്ലൊരു കേൾവിക്കാരനും കൂടെ അല്ല കേൾവിക്കാരിയും കൂടെ ആയിട്ടിരിക്കാൻ ശ്രമിക്കാനുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തതാണ് ബി ഇമോഷണലി അവെയർ. നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള നമ്മളുടെ ഇമോഷൻസും അതേപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസും മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ ടോണ്, ബോഡി ലാംഗ്വേജും ചെറിയ ചെറിയ പോസസൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് കാമായിട്ടിരിക്കുക. പിന്നെ സ്പീക്ക് വിത്ത് ഇൻറ്റൻഷൻ. നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ളതാണോ, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം സംസാരിക്കുക. കൈൻഡായിട്ട് സംസാരിക്കുക. ദാറ്റ് മീൻസ് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം വരുന്ന രീതിയിലോ അവരെ അടിച്ചമർത്തുന്ന രീതിയിലോ അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള പോസുകളും ടോണുകളും ഒക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. റഷ് ചെയ്യാതിരിക്കുക. കൂടുതൽ പെട്ടെന്ന് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന സ്ലോ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾക്കൊക്കെ കുറച്ചും കൂടെ സൗണ്ടൊക്കെ കൂട്ടി പറഞ്ഞിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒതന്റിക് ആയിട്ടിരിക്കുക. മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം സ്വയം ഏത് രീതിയിലാണോ സംസാരിക്കാറ് ആ മോഡൽ പറഞ്ഞു പോവുക. പിന്നെ നല്ല കഥകളിലൂടെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ, ഒറിജിനൽ സ്റ്റോറികളിലൂടെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബി കൺസൈസ്. ആളുകളുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള വാക്കുകളോ തെറികളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഡിസഗ്രിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ എംപതി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും സംസാരത്തിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് യോജിക്കാത്ത എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ വന്നാൽ അവരുടെ ഇമോഷനും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് റിപ്ലൈ കൊടുക്കുക. ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടുതൽ മീറ്റിങ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതേപോലെ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ നല്ല ഗ്രേറ്റ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേൾക്കാനും
വായനാശീലവും വളർത്തിയെടുക്കാൻ ശ്രമിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ അല്ലെങ്കിൽ മനോഹരമായി സംസാരിക്കാനുള്ള വഴികൾ. വേറെ ഒന്ന്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാണ് കേട്ടോ, മെയിൻ കാര്യം, നമ്മളായിട്ടിരിക്കുക, യുണീക്ക് ആയിട്ടിരിക്കുക. എങ്ങനെ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുക, ഞാൻ പറയുന്നതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ടാവുമോ, ആ രീതിയിലൊക്കെ ചിന്തിച്ച് വെറുതെ ടെൻഷൻ ആവാണ്ട് നമുക്ക് ഏത് രീതിയിലാണോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു മനോഹരമായ സംസാരത്തിന് വേണ്ടത്. ഇനി ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഞാനിപ്പോൾ മിസ്സായി പോയ ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. ഇത് നിങ്ങളെ ഓപ്പർച്യൂണിറ്റി കേട്ടോ. കൂടുതൽ മീറ്റിങ്ങുകളിൽ സംസാരിക്കേണ്ടത് ഒരു മെത്തേഡാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകൾ ഇന്ന് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കട്ടാക്കി ഷോർട്ടാക്കി സംസാരിച്ചത്. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്, എത്ര വേണമെങ്കിലും സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ഫാത്തിമ ഫൈസ്, താങ്ക് യു മാം, താങ്ക് യു. എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും പറയാം കേട്ടോ. ആരാണ് ഗൈസ് ആദ്യം വരുന്നത്? അല്ലെ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആക്കാണ്ടില്ലേ, എനിക്ക് തോന്നുന്നത് നമ്മളെ പേഴ്സണാലിറ്റിയിൽ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും കൂടി ഈസിയായി. അതായത് നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, പബ്ലിക്കിൽ നിന്നായാലും അത് നമുക്കൊക്കെ പറ്റില്ല. എന്താ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ഈ വളഞ്ഞ മൂക്കടിക്കാൻ പോലെ എങ്ങനെയെങ്കിലും അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ തെറ്റ് എനിക്ക് പറ്റും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, എനിക്ക് തെറ്റ് പറ്റും അതിന് സ്വീകരിക്കാൻ നമ്മൾ പേഴ്സണാലിറ്റി ഓക്കെ ആകുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതായത് അവരെന്ത് വിചാരിക്കുക, നമുക്കൊക്കെ ഉള്ള പേടി എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഇനിയിപ്പോൾ അവരെന്നെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ അവർ ഇത് വെച്ചിട്ട് എൻ്റെ മറ്റു കാര്യങ്ങൾ അനലൈസ് ചെയ്യോ, കുറെ പേടികളാകുമല്ലോ. അതിന് പകരം മിസ്റ്റേക്കിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ഞാൻ മനുഷ്യനാണ്, അത്രല്ല, ഞാൻ മനുഷ്യനാണ്, മലക്കൊന്നുമില്ല. എത്ര വയസ്സായി കഴിഞ്ഞാലും നമ്മളെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വരും, എത്രയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും. കാരണം നമ്മൾ ഓരോ ദിവസവും പുതിയ ദിവസം പറന്ന് വീഴാണ്. അപ്പോൾ പുതിയ ജീവിതം, പുതിയ ലൈഫ്, പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളെ നോളജിൽ അപ്ഡേറ്റ് വരും. നമുക്ക് അറിയുന്ന നോളജ് ലിമിറ്റഡ് ആണ്, അതും അപ്ഡേറ്റ് വരുന്നുള്ള സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ്. അതിനെ മനസ്സിലാക്കി മിസ്റ്റേക്കിനെ അക്സെപ്റ്റ് ചെയ്യാണ്. തെറ്റ്, സോറി, എൻ്റെ കാര്യം മിസ്റ്റേക്ക്, നിങ്ങൾ പറഞ്ഞത് ശരിയെന്നില്ല. അത് നമ്മളെ ക്യാരക്ടറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സുഖമായിരിക്കും മനുഷ്യന്മാരോട് കണക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു എന്ത് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണല്ലോ, അപ്പൊ നമുക്ക് പ്രശ്നമില്ലല്ലോ, ഓരോ ടെൻഷൻ ഇല്ല. പേഴ്സണാലിറ്റി പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് തോന്നില്ല ഞാൻ ഈ പറഞ്ഞത് അവർക്ക് ഹേർട്ടായിട്ട് നമുക്ക് തോന്നൂലേ ഇത് പറയണ്ടില്ലേ എന്ന് തോന്നുന്നത്. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യുമ്പോൾ പറയില്ലുണ്ട്, എന്തെങ്കിലും തിരക്കിൽ ഏതെങ്കിലും ഓണസ്റ്റ് ആയിട്ട് പറയും, ഇന്ന തിരക്കിലായതുകൊണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ, ഒരു സോറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓക്കെ ആവുന്നവരുണ്ടാവും. നമ്മൾ ഈ ദേഷ്യം പിടിച്ച് ഈഗോ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അതവിടെ ബാക്കി ഉണ്ടാവും, നമ്മളെ കാര്യം തീരുമില്ല. പറ്റുന്നെങ്കിൽ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കുറച്ച് ഈഗോ ഒക്കെ കുറക്കുക, അല്ലെങ്കിൽ ഈ സോറി എന്ന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് വരുന്നത് കൊണ്ട് നമ്മളെ അക്കൗണ്ടൊക്കെ ഒരു കോടി ആരെയും നമ്മളെ അക്കൗണ്ടൊക്കെ ഇടുക, അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുപോവുകയൊന്നുമില്ല. സോറി താങ്ക് യു എന്നില്ല നമ്മളെ ലൈഫിൽ എനിക്ക് സുഖമാണെന്ന് വെറുതെ പറയില്ല നമ്മൾ. അതുപോലെ ഒരു രണ്ട് വേർഡ്സ് മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. അത് പറയുന്നതുകൊണ്ട് നമ്മൾ വലിയ ആളാണെന്നോ, അല്ലെങ്കിൽ പറയുന്നതുകൊണ്ട് ചെറിയ ആളാവുന്ന അവസ്ഥ ഒന്നുമില്ല. മനുഷ്യന്മാരായതുകൊണ്ട് ഈ രണ്ട് വാക്യം നമുക്ക് ചുറ്റിയുള്ള മനുഷ്യരോട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ തട്ടിമുട്ടാണ്ട് ജീവിച്ചു പോകുന്നൊക്കെ പറയൂലേ, ആ അവസ്ഥയിലേക്ക് എത്താൻ ആവശ്യമാണ്. ആരെടുത്തുനിന്നായാലും ബാസിൽസിനൊക്കെ ക്വാളിറ്റി നമ്മൾ പോലെ സാറിന് എന്തറിയില്ലെങ്കിൽ സാർ ചോദിക്കും. ഇപ്പൊ മീറ്റിങ്ങിലാണെങ്കിലും എനിക്കത് അറിയില്ല, ഇതെങ്ങനെയാണ് വിശ്ന, ആ ഒരു അവസ്ഥയുണ്ടല്ലോ, എന്ത് ചോദിക്കാൻ എല്ലാവരും സ്വീകരിക്കാൻ റെഡി ആവുന്നില്ലേ, അതിലേക്ക് എത്തിച്ചേരാം. അതാകുമ്പോൾ നമുക്ക് ആൾക്കാരെ പേടിയുണ്ടാവില്ല, എന്തു സംസാരിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഓക്കെയാണ്, മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ശരിയാക്കാനും. നമുക്കൊക്കെ മിസ്റ്റേക്കിനെയാണ് പേടി. നമ്മൾ നിസാമ്രോന്റെ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പുതിയൊരു സ്റ്റെപ്പ് എടുക്കാത്തതിന്റെ റീസണ് നമുക്ക് വിജയിക്കോ എന്നുള്ളതിലേക്കായി തെറ്റ് വരുമോ എന്നുള്ള പേടിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റാണെങ്കിലോ, നമ്മളെ അടുത്ത് ആരും തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, പക്ഷെ നമുക്ക് പേടിയാണ്. അപ്പോൾ നമ്മളെ പേഴ്സണാലിറ്റിയിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, അതൊരു പാർട്ടാണ്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അത് നിങ്ങൾ ആരെങ്കിലും പറയുന്ന സമയത്താകുമ്പോൾ എനിക്കും കൂടെ ക്ലിയർ ആവുക. അതുകൊണ്ടും കൂടെയാണ് പറയുന്നത് മിസ്റ്റേക്കിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുക. നമ്മൾ മനുഷ്യരല്ലേ, ഇത്ര കാലം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ 10 വർഷം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന ന്യൂസ് അല്ല നമ്മൾ ഇന്ന് കാണുന്നത്, അതിൽ അപ്ഡേറ്റ് ഉണ്ടാവും. നമ്മളെന്ന വ്യക്തിയുടെ നോളജ് അപ്ഡേറ്റ് ആവാൻ എന്തത്ര മടി എന്തിനാ? അതൊരു സോറി, ഒരു ഒക്കേഷനിലാവുമ്പോൾ സോറി എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ എനിക്കൊക്കെ പറ്റുന്ന എപ്പോഴും മിസ്റ്റേക്കാ, ആൾക്കാരെ മാറ്റി പറയും എന്തെങ്കിലും സംഭവം ഇൻസിഡന്റ് ഒക്കെ, അപ്പൊ പറയാ. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പറയാം ഇത് ഉറപ്പില്ല കേട്ടോ, അങ്ങനെ ഒരു വേർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓക്കെയാണ്. എല്ലാവർക്കും
നമ്മൾ ഓരോരുത്തരെയും അവരൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് ആണ് വേണ്ടി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങള് മിസ്സിനെ ഈ പറയുന്നത് ശരിയാണ് കേട്ടോ, നിങ്ങൾ അതൊന്നും നിങ്ങൾ സ്വീകരിക്കാന്നല്ല എന്റെ ആവശ്യം. അപ്പൊ നമ്മളത് സോറി പറയാം, നിങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടോ ശരി, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരെ അക്കൗണ്ടിൽ നിന്ന് നമ്മളൊക്കെ പേടിയുള്ള സാധനം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മണിയാണല്ലോ. അതിന്റെ നഷ്ടമൊന്നും സോറി പറഞ്ഞോണ്ടോ താങ്ക് യു പറഞ്ഞോണ്ടോ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ വാദിക്കാത്ത വിഷയമാണ്, ഇതിനെ വിട്ടുകൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല, പ്രശ്നമില്ല പ്രശ്നമില്ല എന്നുള്ളതാണ്. എന്തായാലും സോറി. നെക്സ്റ്റ് ആരായിരുന്നു ഇനി കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ വരുന്നത്? നമ്മളാരെയും ആ വിളിക്കുന്നില്ലെങ്കിൽ വരും കേട്ടോ. മിസ്ന, അതേപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഇപ്പം സ്വന്തമായിട്ട് ഒരു നല്ലൊരു ട്രെയിനർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ യുണീക്ക് എക്സ് പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ 6-ാം തീയതിയാണ് തുടങ്ങുന്നത്. 2 മാസത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് എക്സ് പ്രോഗ്രാം വരുന്ന 27-ാം തീയതി, അടുത്ത ആഴ്ച, അടുത്ത വെള്ളിയാഴ്ച ആണ് തുടങ്ങുന്നത്. 3 മാസത്തെ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണ്. അതിന് 1500 രൂപയാണ് 3 മാസത്തെ പ്രോഗ്രാമിന് ഫീസുള്ളൂ. അതിൽ ഒരുപാട് ഗസ്റ്റ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് ക്ലാസ് ഉണ്ടാവുക. നമ്മുടെ യുണീക് ടോക്ക് ശനിയാഴ്ച ആണ്, വെള്ളിയാഴ്ച ആണ് ഗ്രോത്ത് എക്സിന്റെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഏതായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. മിസ്സിന്റെ നമ്പറാണ് 8137 8137 023 966. അല്ല, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞു കേട്ടോ. ആ മിസ്സിനെ കമ്മ്യൂണിറ്റി പറഞ്ഞോട്ടെ. കിട്ടുന്നവരൊക്കെ യൂസ്ഫുൾ ചെയ്തോളൂ കേട്ടോ. നമുക്ക് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ തന്ന് ഒരു 1500 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ദിവസം കൊണ്ട് നിങ്ങളെ ലൈഫ് മാറ്റിയുള്ള സാധനം ഉണ്ടാവും എന്ന് പറയും. കാരണം അത്ര പിന്നെ ടോപ്പ് പ്രോഗ്രാമാണ്. നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയും. ആഴ്ചയിൽ ഒരു ക്ലാസ് ആണെങ്കിലും നമ്മൾ തന്നെ ടീം തന്നെ ചോദിച്ചു, സാർ ഇത്ര ടോപ്പ് ആക്കണോ, ഇത്ര ക്വാളിറ്റി ഓഡിയൻസിലേക്ക് എത്തിക്കണോ? ഫിനാൻഷ്യലി നോക്കുമ്പോൾ 3 മാസത്തേക്കാണ് 1500 വരുന്നത്. ശരി പറഞ്ഞു, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അല്ല നമുക്ക് മിസ്സിനെ, വേറെ ഒരു അല്ലെങ്കിൽ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇന്ന് യുണീക് ടോക്ക് അറ്റൻഡ് ചെയ്ത് ഇന്നിപ്പോ ഒരു 10-22 ആൾക്കാർ അറ്റൻഡ് ചെയ്ത അങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് മന്ത് 500 അടിച്ചിട്ട് പിന്നെ അടുത്ത മാസം അടിച്ചാലും മതി. മീൻസ് ഇപ്പം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഇപ്പം 500 അടിക്കുക, പിന്നെ നിങ്ങളുടെ കയ്യിലാവുമ്പം നെക്സ്റ്റ് 3 months അടിച്ചാൽ മതി കേട്ടോ. യൂണിക് ടോക്കർക്ക് മാത്രമുള്ള ഓഫർ ആണ് കേട്ടോ. യുണീക് ടോക്കാർക്ക് മാത്രമാണ്. നിങ്ങൾ ബാക്കിയുള്ളവർ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓരോട് പറയരുത് കേട്ടോ. അത് ഇതിന്റെ മാക്സിമം ഡീറ്റെയിൽസ് ഒന്ന് എന്ത്? ഡീറ്റെയിൽസ് അയച്ചുതരാം. ഞാൻ വാട്സപ്പ് ചെയ്യാം എന്നാല്. ഗ്രോത്ത് എക്സ് എന്നുണ്ട് പേര്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തിന്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ അലിയൻസ മുക്തർ സാർ ഉണ്ട്, ഡോക്ടർ അദ്നാനാദി ഉണ്ട്, നിസാം വീം സാർ ഉണ്ട്, ഹാരിസ്ക ഉണ്ട്, നമ്മളെ ബാസിദ് മൊബ ഉണ്ട്, അഫ്സൽ സാർ ഉണ്ട്, പിന്നെ അനസ്ക മെയിൻ ഉണ്ട്. ഹൈലൈറ്റ് മെയിൻ ഹൈലൈറ്റ് അഫ്സൽ സാറാണ്. പിന്നെ ടീം നോക്കിയാൽ മെന്റീസിലും ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടെ പറ്റുന്നവര്. 1500 രൂപക്ക് നമുക്ക് 3 മന്ത് ഉള്ളതാണ്. നമ്മളെ പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ്, ബിസിനസ് ക്ലാരിറ്റി ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സെഷനാണ്. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അതിന്റെ പ്രൊമോഷൻ എല്ലാം പറഞ്ഞു വന്ന സമയത്ത് അങ്ങനെ പെരുന്നാൾ പൈസ കിട്ടാത്തവർക്ക് മാജിദ് സാറിന്റെ വക ഉണ്ടാകും. നിങ്ങള് ഗ്രോത്ത് എക്സിൽ ജോയിൻ ചെയ്യാൻ അവിടുന്ന് തരുന്നുണ്ട്. പതികന്റെ ആരായിരുന്നു അത്? അല്ല, ഞാൻ ഇവിടെ എന്റെ പേര് അടിച്ചത് ഈ പ്രൊഫൈലിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും, ദാറ്റ് മീൻസ് ആരൊക്കെ സംസാരിക്കാൻ വരുന്നതിന്റെ ഡീറ്റെയിൽ ഒക്കെ അതിലുണ്ട് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അറിയാൻ മതി, അഫ്സൽ മാജിദ് അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ മാജിദ് ലിങ്ക് ഒക്കെ. ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അല്ല, എന്തായാലും ഇനി നമ്മളിത് ഫീഡ്ബാക്ക് പറയാൻ വരും കേട്ടോ. മിസ്ന, നമുക്ക് ഇതിൽ വെറും പരസ്യം മാത്രമായി പോട്ടെ. നിങ്ങൾ കാര്യം പറഞ്ഞു ബാക്കിയുള്ള എന്നിട്ട് ഫീഡ്ബാക്ക് എന്തും പറയാൻ ചോദിക്കും, ആരായിരുന്നു? ഫീഡ്ബാക്കും പരിപാടിയൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളത് അന്നത്തെ പോലെ പറഞ്ഞെടുത്ത് കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്യണ്ട. അന്നത്തെ യൂട്യൂബിൽ ഇട്ടെടുത്ത് ഞാൻ റിമൂവ് ആക്കിപ്പിച്ചതല്ലേ, അതെ അതെ. ഓർമ്മണ്ട്? അതുകൊണ്ട് നിങ്ങള് ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഓർമ്മ ഉണ്ടല്ലോ. ആ സ്റ്റേജ് തന്നെ ഇപ്പോഴും. എനിക്ക് മനസ്സിലായില്ല. അല്ല, ആ ഒരു സ്റ്റേജ് തന്നെയാണ് ഇപ്പോഴൊന്നും, വലിയ മാറ്റമൊന്നുമില്ല. അന്നത്തെ സംസാരം തന്നെയാണ് ഇന്നും. അത് മാറ്റം വരണമെന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രത്യേകം ദുആയിലൊക്കെ ഉൾപ്പെടുത്തി. ഇതേപോലെ തന്നെ കേൾക്കാൻ കുറച്ച് മടിയുള്ള ആളാ, എല്ലാം പറയണം, പറഞ്ഞു തീർത്ത ആളിനൊരു സ്വഭാവം എന്റേത്. അപ്പൊ ടൈം മാനേജ്മെന്റും അതേപോലെ തന്നെ ട്രെയിനർ ആവുക എന്നുള്ളതൊക്കെയാണ് എന്റെ ആഗ്രഹം ഭാവിയിൽ ഇൻഷാ അല്ലാഹ്.
അതെ. അപ്പോ ആ ഒരു രീതിയിലൊക്കെ എത്താൻ കഴിയട്ടെ, അതിന് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ നമ്മക്ക് ഹൈറായിട്ടുള്ള റബ്ബിനെ അറിയാലോ, അതിലേക്ക് റബ്ബ് നമ്മൾ എത്തിക്കും. ചിലപ്പോ ഒരായത്ത് തന്നെയല്ലേ, ഞമ്മക്കൊരു സംഭവം ഇഷ്ടായിരിക്കും, പക്ഷെ അത് ഞമ്മക്ക് നന്നാവൂല. പക്ഷെ ഞമ്മക്ക് ഒരു സാധനം ഇഷ്ടായിരിക്കൂല, പക്ഷെ അത് നമുക്ക് നന്നാവും എന്നുള്ള ഒരായത്തില്ലേ. ഇത് ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, ബാക്കിയുള്ളവര് ഇങ്ങനൊന്നും അല്ല ഖുറാനിൽ പറഞ്ഞു കേട്ടോ. ഇത് കൊടുവള്ളി ഭാഷയിൽ പറയുമ്പോ ഇങ്ങനെ ആകുന്നതാ. നമുക്ക് നിങ്ങൾക്ക് പക്ഷെ ഇതാണ് രസം ഉണ്ടാകാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കണക്റ്റ് ആവും. ഇപ്പം ആളിപ്പോ ഒരു ഒരു പ്രൊഫഷണൽ ഭാഷയിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ എനിക്കും നടക്കൂല കേട്ടോ. എനിക്കും നടക്കൂല. പക്ഷെ ക്ലാസ് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും. ക്ലാസ്സിന് ടൈം, ആ വാഹിദ മാം, മറ്റേ ക്ലാസ്സിന് ടൈം ഇതേ ടൈമാണ്, 8:30 to 9:00 ടൈമിലാണ് ഉണ്ടാവുക കേട്ടോ. മറ്റേ നിങ്ങൾ ഗ്രോത്തെക്സിന്റെ കാര്യമല്ലേ ചോദിച്ചത്? അത് വെള്ളിയാഴ്ച 8:30 to 9:00 ഗസ്റ്റ് ടോക്കുകൾ ഉണ്ടാവുക. ഏതായാലും റിൻസി മാം പറഞ്ഞ പോലെ നമുക്ക് നല്ലത് ചിലപ്പം ഇങ്ങനെയും പറയുന്ന കേൾക്കാലോ. ഇപ്പം ചിലപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളല്ലെങ്കിൽ നമ്മളുടെ മൂക്കിന്റെ തുമ്പത്താണെങ്കിലും, അങ്ങനെ തന്നെയല്ലേ, മൂക്കിന്റെ തുമ്പത്ത് തന്നെയല്ലേ പറയല്? രണ്ട് ആ, ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല. പക്ഷെ നമുക്കുള്ള കാര്യമാണെങ്കിൽ അത് രണ്ട് രണ്ട് മലകൾക്കിടയിലാണെങ്കിൽ മലകൾക്കിടയിലാണെങ്കിലും അത് നമ്മളുടെ അടുത്തേക്ക് പർവ്വതങ്ങൾക്കിടയിൽ. എത്തിപ്പെടും. ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ. വേറെ കേട്ടോ. അത് വേറെ ഇത് വേറെ. അങ്ങനെ പറഞ്ഞപ്പോ അവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു. താങ്ക് യു. കൊടുവള്ളി ഭാഷ അങ്ങോട്ട് കണക്ട് ആകുമ്പോ കുറെ ആൾക്കാർക്ക് പിടിക്കൂല. അല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെ ഞാനിപ്പോ 78 ആഴ്ച ഒരു ക്ലാസ് എടുത്തില്ലേ. 78 മീൻസ് ഒരു 50 ഞാൻ എടുത്തിണ്ടാവും. അപ്പൊ അതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കേൾക്കാനും 10-20 ആളാണെങ്കിൽ അതും ഉണ്ടല്ലോ. അതെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. പക്ഷെ അൽഹംദുലില്ലാ. താങ്ക് യു മാം. മ്യൂട്ട് താങ്ക് യു. ആയിരിക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. വേറെ ആരോ വീഡിയോ മോഡിൽ വന്നില്ല? ഷംന മാം, ശ്രീവർഷ മാം, അഷിം ഭായ്, ആരാളുള്ളത് സംസാരിക്കാൻ? എന്തെങ്കിലും ഉണ്ട് രണ്ട് വാക്ക് സംസാരിക്കും മാം. ശ്രീവർഷ മാം സംസാരിച്ചോളൂ. ഹലോ. വെരി ഞാൻ സാറിന്റെ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല. മാജിദ് സാറിനോട് അന്ന് 1 മണിക്കൂർ സംസാരിച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് യെസ് എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നെ സംബന്ധിച്ച് ഭയങ്കര അഫോർഡബിലിറ്റിക്ക് കുറച്ച് ഇതായിരുന്നു. 26,000 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു കുട്ടിതായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ച് ടൈം അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പേരും ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട്, ഗ്രോത്ത് എക്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോ അങ്ങനെ ഒരു ഗ്രോത്ത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ. കുറെ കാര്യങ്ങൾ ലാസ്റ്റ് ടൈം ഒരാള് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വീട്ടിൽ മാറാല കണ്ടാൽ ഞാൻ ആ ഏരിയമോ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണെന്നൊരു യുണീക്ക് എക്സിൽ എനിക്ക് കിട്ടിയ ഒരു പോയിന്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇപ്പൊ എന്റെ വീട്ടിൽ മാറാല കണ്ടാൽ ഞാൻ അത് തുടയ്ക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മേ ബി ദറ്റ്സ് എ വെരി ലിറ്റിൽ ചേഞ്ച്. പക്ഷെ അത് എവിടെയോ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ബിക്കോസ് എന്റെ മൈൻഡിലും അങ്ങനെ കുറെ ഡേർട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ ചിലപ്പോ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്ടായിരിക്കും ആ ഡേർട്ട് അവിടെ കിടക്കുന്നതല്ലേ. അതേപോലെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ്, ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഈ ഗ്രൂപ്പില് ഇതില് ആങ്കർ ഇത് MC വരുന്ന ആ കുട്ടി എല്ലാ വീഡിയോസും കണ്ട് അതിന് കമന്റ് ചെയ്യുക, റിപ്ലൈ ചെയ്യുക. ഐ വാസ് തിങ്കിങ്, why does even she takes that initiative even when I'm not part of the program എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പറയും ഈ വീഡിയോ നല്ലതായിരുന്നു, ഇവിടെ പ്രസന്റേഷൻ നല്ലതാ, ഇവിടെ ഉടുപ്പ് നല്ലതാ. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ ദ കെയർ ദിസ് പീപ്പിൾ ഷോ. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഫാമിലി ഈവൻ ദോ ഐ എം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പൊ ഇന്നും പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ക്വിക്ക് ആയിട്ട് എനിക്ക് പറഞ്ഞങ്ങ് തീർത്ത് ബ്രീത്ത് ചെയ്യണം. അപ്പൊ ഇന്ന് ഇവിടുന്ന് ആ ഒരു ടേക്ക് അവേ ഞാൻ നെക്സ്റ്റ് പോയിന്റ്സിൽ ഷുവറായിട്ടും ശ്രദ്ധിക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പറയാം എന്നുള്ളത്. എനിക്കതങ്ങ് ആ സ്ക്രിപ്റ്റ് അങ്ങ് തീർക്കണം എന്നുള്ള ഒരു തിരക്കാണ് എപ്പോഴും. എന്ന് വെച്ചാൽ ആ വീഡിയോ അങ്ങ് തീർന്നങ്ങ് പോകണം എന്നുള്ള ഒരു തിരക്കാണ്. 30 സെക്കൻഡ്സിൽ തീർന്നു പോകണം, അല്ലെങ്കിൽ ആ 1 മിനിറ്റിൽ തീർന്നു പോകണം, അത് റീലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാൻ ആ ടോപ്പിക് ആവണം. ആ ഒരു തിങ് ആണ്. അപ്പൊ ഇവിടുന്ന് ഞാൻ ആ ഒരു പോയിന്റ്, ഇന്നത്തെ ഒരു ടോക്കിൽ നിന്ന് ഞാൻ ആ ഒരു പോയിന്റ് ടേക്ക് ഹോം എടുക്കാൻ വിചാരിക്കുന്നു. അങ്ങനെ
താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ തിങ്സ്. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും അത് പല ടൈമിലും ഒരു ഹീലിംഗ് പ്രോസസ് ആയിട്ടും പല കാര്യങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഡീഡ് ഐ എം പാർട്ട് ഓഫ് ദ ബ്ലെസ്സിങ് ബിക്കോസ് ഓഫ് ദിസ് പ്രോഗ്രാം. ആസ് ഇറ്റ് ഇസ് ഫ്രീ, ഇറ്റ് ഇസ് മോർ ബ്ലെസ്സിങ്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അതുപോലെ ഒരുപാട് സന്തോഷം. ശ്രീവർഷ മാം ആദ്യത്തെ യുണീക്ക് എക്സ് പ്രോഗ്രാം ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് മാമിന് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ആ കണക്ഷൻ നമ്മൾ നമ്മളെ ടീമായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാം. ഏതായാലും മാം ഗ്രോത്ത് എക്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റി ആ വിഷയങ്ങളൊന്നും ഇങ്ങനത്തെ ബാക്കിയുള്ളവർക്കും ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അത് നഷ്ടമാവില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടുതരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പൈസ തിരിച്ചു തരും. അത്രയും ഗ്യാരണ്ടി ഉള്ള പരിപാടിയാണ്. നിങ്ങൾ സംസാരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അടിപൊളി ട്രെയിനേഴ്സാണ് എല്ലാവരും. ഏതായാലും താങ്ക് യു ശ്രീവർഷ മാം, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കാ പറയാനുള്ളത്? ഷംന മാം എന്തെങ്കിലും രണ്ട് വാക്ക് ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ? ഇസ്ലാം ഏട്ടാ കേക്കാമോ? ഓ റെഡിയാ, ക്ലിയറാ മാം. ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്തായാലും അഫ്സൽ സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ പറഞ്ഞ പോലെ ട്രെയിനറായിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഇപ്പം കുറേയൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ എനിക്ക് കൂടുതൽ പറഞ്ഞ മെസ്സേജ് ഉണ്ട്. ഞാൻ 2-3 വട്ടം നിന്റെ വീഡിയോസ് ഇന്ന് കാണാറുണ്ട്. ഒരു വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണാറുണ്ട്. കാരണം അത് അത്രയും ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മളെ എന്താണ് ഈ വായ്ത്താളം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ ഒരുപാട് എഡ്യൂക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ വേണം. അതിപ്പോ ഒരാൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അത് എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഡെയിലി ഇപ്പോൾ കണ്ണാടി നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. വീഡിയോന്റെ വേണ്ട, നമുക്ക് കണ്ണാടി മതി. നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് പരിപാടിക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ണാടി നോക്കിയാൽ ഡെയിലി 1/2 മണിക്കൂർ ഇരുന്ന് കണ്ടന്റ് എഴുതാ, സംസാരിക്കുക. ഞാൻ പൊതുവെ മുൻപേ വീഡിയോ എടുക്കുന്ന സമയത്ത് 37 ടേക്ക് വരെ എടുത്തിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആവില്ല, കാരണം മനസ്സിലുണ്ട്, നാവിൽ വരൂല എന്ന് പറയുന്നത് പോലെ. മനസ്സിലുള്ള വാക്കുകളൊന്നും നാവിൽ വരും, ചില സമയത്ത് വള്ളി വീരാന്ന് പറയുന്നത് പോലെ നാക്കെന്ന് കുടുങ്ങും. ആ സമയത്ത് ഇപ്പൊ കണ്ടന്റ് എഴുതും, കണ്ണാടി നോക്കി നല്ലോണം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വീഡിയോയിൽ വരുന്നത്. ഈ 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിലോ ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ അത്രയും സ്കില്ല് വേണമെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഈ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത്. അപ്പോ ഇപ്പൊ ഒരുപാട് എഡ്യൂക്കേഷൻ വേണം, ഒരുപാട് വിദ്യാഭ്യാസം, അതൊന്നും സംഭവം വേണ്ട. നമ്മളെ ഇത് തന്നെ മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ് മെയിൻ എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള എന്തായാലും സാറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. കാരണം 3 മാസം അതിന്റെ സൗണ്ട് പോയിട്ട് ഇപ്പൊ എന്തായാലും മാഷാ അല്ലാഹ് റെഡി ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇപ്പം നോമ്പായപ്പോൾ ജസ്റ്റ് ബ്രേക്ക് എടുത്തു. ഞാൻ ഇപ്പോൾ ഒരു സെക്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി പേഴ്സൺ എങ്ങനെ ആവാം എന്നുള്ളത് 10 ദിവസത്തെയായിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൽ കുറേയൊക്കെ മാറി, എങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആയിട്ട് മാറാം എന്നുള്ള സംഭവം. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ ഈ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോസ്. ഇതുവരെ 3 മാസമായിട്ട് സ്റ്റോപ്പിലാണ്, ഒന്നും നടന്നിട്ടില്ല, സൗണ്ട് ഇല്ല, പനി വന്ന് ഒക്കെ ഇതായി. എന്തായാലും അതൊക്കെ തോറ്റു കൊടുക്കാൻ റെഡിയാവും. മനസ്സില്ല. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ടീമിനെ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരും. ഒന്നുകൊണ്ട് ബേജാറാണ്ട. അത് അല്ല, തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് എനിക്ക് എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. കാരണം മതി നിർത്തി പോകാനൊക്കെ പല തവണ തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹം അത്രയും കഠിനമായത് കൊണ്ട് എന്തായാലും നമ്മൾ അതിൽ എത്തണം, ലക്ഷ്യത്തിൽ എത്തിയേ പറ്റുള്ളൂ എന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും എത്തണം. അതല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. അല്ല, ഇവിടെ ഉള്ള ചില ആളുകൾക്ക് നിങ്ങളെ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. അല്ലാതെ ഷംന മാം ഒരു വീൽ ചെയറിൽ നടക്കുന്ന ആളാണ്. പക്ഷെ മാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൽ ആ ഒരു ഇന്റൻഷനും കൂടി വെക്കുക. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ഒരാളെങ്കിലും തുടങ്ങി കിട്ടിയാൽ പോരെ. അവര് ചിലപ്പോൾ തളർന്നിരിക്കുകയായിരിക്കും, എനിക്കൊരു കഴിവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ്, ഇപ്പോൾ സംസാരിക്കാനോ വീഡിയോ ചെയ്യാനോ വരയ്ക്കാനോ പഠിക്കാനോ എഴുതാനോ എന്തെങ്കിലും ഒരു കവിത എഴുതി നോക്കാനോ, ചിലപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെയാണ് വലിയ ലെവലിലെത്തുക. ശരിക്ക് ദൈവം പഠിച്ചവൻ ഒരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ കഴിവുകൾ തന്നിട്ടുണ്ടാവും.
ചിലപ്പോൾ ഒരു കൈകൾക്കോ കാലുകൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ നൂർജലീല എന്ന ആളുണ്ടല്ലോ, അവരെ കുറിച്ച് എങ്ങനെ പറയാറുണ്ട് ഓരോ സെഷൻ. നമ്മളെ രണ്ടാമത്തെ ഫെസ്റ്റിലൊക്കെ വന്നേ, അവർക്ക് കൈകളും കാലുകളും ജന്മനാ കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ പാട്ട് പാടും, നല്ല രീതിയിൽ സംസാരിക്കും, നല്ല രീതിയിൽ ഉള്ള കൈകൾ വെച്ചിട്ട് വരയ്ക്കും, ആർട്ട് ചെയ്യും. എന്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് വന്നു പറയോ. നല്ല 5-10 കൈകളുള്ള ആളുകൾ എഴുതുന്നതിനെക്കാട്ടും അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒന്ന് എടുത്ത് മാറ്റുമ്പം അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് വേറെ പല ബ്ലെസ്സിങ്സും ദൈവം കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും. അതെപ്പോഴും മൈൻഡിൽ വെക്കുക, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക. ഓക്കെ, ബി അതേപോലെ കോൺഫിഡൻറ്റ്, തന്നെ ബി കൺസിസ്റ്റന്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 10 ദിവസത്തെ സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ തന്നെ മെയിനായിട്ട് ഗസ്റ്റ് ആയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 10 ദിവസവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം റമദാൻ 17 വരെയും ഇങ്ങനെ ഉറങ്ങി തീർക്കാന്ന് പറയുമ്പോൾ ഒരവസ്ഥയായിരുന്നു. മരുന്നിന്റെ സെഡേഷൻ കൊണ്ട് ഞാൻ ഇങ്ങനെ ഉറക്കമായിരുന്നു ഫുള്ള്. ഈ 17 മുതൽ റമദാൻ എൻഡിങ് വരെയും ഫുള്ള് പാറായിരുന്നു. കാരണം എന്താണ്, അവിടെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് പ്രചോദനം ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഗസ്റ്റ് ആയിട്ട് എന്നെ പിൻ ചെയ്ത് അവിടെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. അപ്പോൾ വീഡിയോ മോഡിൽ തന്നെ ഇരിക്കണം, എല്ലാവരും സംസാരിക്കണം. ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഞാനായിരിക്കും. അതിനുള്ള ഫീഡ്ബാക്ക് എനിക്ക് ലാസ്റ്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടേ. അതേ സംബന്ധിച്ച് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ. ഒരു 6 മാസം കൊണ്ട് എന്തോരം മനുഷ്യന്മാരെ സമ്പാദിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിരുന്നല്ലേ. കാരണം ഇത്രയും നാളത്തെ ബർത്ത്ഡേയിൽ കിട്ടാത്ത സംഭവമാണ്. എനിക്ക് റിപ്ലൈ എടുക്കാൻ പറ്റാത്ത അത്രയും മെസ്സേജ്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു, അതാണ് ചോദ്യം വരുന്നത്. കാരണം എല്ലാം ഉള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് ഇവിടെ പറയണത്. കാരണം നമുക്ക് 99% പഠിച്ചാൽ നല്ലത് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം തരാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ 99% ഇതും പഠിച്ചാൽ നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് തന്നില്ലല്ലോ, എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, എന്നെ കാണാനിട്ടാണോ, ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത്രയും നമുക്കിപ്പോൾ രാവിലെ എണീക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത് പോലെ അൽഹംദുലില്ലാ പറയാ. ചെവിയുണ്ട്, കണ്ണുണ്ട്, വാ ഉണ്ട്, സംസാരിക്കാൻ ശേഷിയുണ്ട്, ഒക്കെ തന്നിട്ടും എന്തെങ്കിലും ഒരു കാര്യം തന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ആ ഒരു ബുദ്ധിമുട്ട് ആൾക്കാരെ മനസ്സിൽ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് അവർ കഴിവുകൾ അവർ പുറത്തെടുക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ പാട്ട് പാടാൻ അറിയും, ഞാൻ ഫുൾ അങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് എന്താ കഴിവുള്ളത്? എനിക്ക് ഒരു കഴിവുമില്ല, എനിക്ക് പണിക്ക് പോകാൻ തന്നെ മടിയാന്ന് പറയും. ഞാൻ പറയും, നിങ്ങൾ പാട്ട് പാടോ? ഇല്ല. ഒരു ചെറുതായിട്ടൊന്നൊരു പാട്ട് പാടി എന്ന് റെക്കോർഡ് അയക്കാൻ ചോദിക്കും. പക്ഷെ പ്രതീക്ഷന് അപ്പുറം അവര് പാടുന്നുണ്ട്, പക്ഷെ അവരൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ ഈ നെഗറ്റീവിന്റെ പിന്നാലെ പോയി പോയി പോസിറ്റീവ് വരെ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് ഈ സ്കില്ലുണ്ട്, ഇത് ബിൽഡപ്പ് ആക്കി കൊണ്ടുപോകാം. ഒരു ജസ്റ്റ് ഒരു പേജ് തുടങ്ങാം, 2-3 പാട്ട് പഠിക്കുന്ന നമുക്ക് ഇൻട്രസ്റ്റ് കൂടി വരും. അതിപ്പോൾ വരയ്ക്കുന്ന ആൾക്കാർ പൊതുവെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പബ്ലിക് ആക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വെറുതെ നേരം പോക്കിന്. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ വരയ്ക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇതൊക്കെയാണ് നിങ്ങളെ സ്കില്ല്. നിങ്ങൾ നെഗറ്റീവ് നോക്കി പോകേണ്ട കാര്യമില്ല, പോസിറ്റീവ് നോക്കാം. ഞാനൊക്കെ എന്തോരം നെഗറ്റീവ് എനിക്ക് ചുറ്റിനുണ്ട്. ഞാൻ ഒന്നും മൈൻഡ് ആക്കാത്തൊരു വ്യക്തിയാണ്. മൈൻഡ് ആക്കിയിട്ടില്ല. ഒരു 3 വർഷമായിട്ട് ഞാൻ എന്തായാലും പോസിറ്റീവിന്റെ പിന്നാലെയാണ്. എനിക്ക് എന്റെ ലൈഫിൽ എന്തായാലും അത് കാണാനും ഉണ്ട്. അതുപോലെ ഇപ്പൊ ആരെങ്കിലും കൊണ്ട് തരട്ടെ, ഞാൻ നോക്കിയെങ്കിലും ഫാമിലി സപ്പോർട്ട് ഒന്നും കാര്യമില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മൾ റെഡി ആവാം എന്ന് പറയുന്നത് പോലെ നമ്മളങ്ങനെ തന്നെ. അപ്പൊ ഫാമിലി അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ വല്ലതൊക്കെ ചോദിച്ചുകൊണ്ട് വരും, മൈൻഡിലേക്ക് എടുക്കണ്ട. ഞാൻ നല്ല മോശമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ കൂട്ടത്തിലുള്ള ഈ അസൂയപ്പെടൽ എന്ന് പറയുന്നത് പോലെ ഒരു നന്നായി അത് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു കുറെ ടീമുകളുണ്ട്. എന്നിട്ട് ഉമ്മാൻ ഇങ്ങനെ ചോദിക്കും, എന്റെ മോള് സോഷ്യൽ മീഡിയയിലാണ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. ഇപ്പൊ ലവിനെ പറ്റി എന്തേലും പറഞ്ഞു, പ്രണയത്തിനെ പറ്റി പറഞ്ഞു, എന്റെ മോക്ക് പ്രണയം ഉണ്ട് എങ്ങനെയാന്ന് പറഞ്ഞ് കൊല്ല കച്ചടാക്കും. നമ്മനെ പറയും റീലല്ല റിയൽ ലൈഫ്, അത് മനസ്സിലാക്കാം. നമ്മളീ 30 സെക്കൻഡിൽ പറയുന്ന അതല്ല നമ്മളെ റിയൽ ലൈഫ്. നമ്മള് എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും, അതുപോലെ ആയിരിക്കും നമ്മൾ റിയൽ ലൈഫിൽ നമ്മളെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും പ്രാക്ടീസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷനിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ കേട്ടോണ്ടിരുന്നാലൊന്നും വരില്ല. ശരി. ഷംന മാം, നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്തെന്നറിയോ? ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റെക്നെസ് തോന്നുന്നുണ്ട്, ഞാനിപ്പോ എങ്ങനെ റീൽ ചെയ്യാ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ റെക്കോർഡിങ് എവിടെയെങ്കിലും എടുത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളൊന്ന് കേട്ട് വെക്കാണ്ടി. ഒരു വീൽ ചെയറിൽ അരന്റെ താഴോട്ട് തളർന്നിട്ടുള്ള ഒരാള് കൊടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും നല്ല ഒരു ടോപ്പിക്, നല്ലൊരു സംസാരമാണ് നിങ്ങളിപ്പോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നത്. ഇതേപോലെ നിങ്ങള് പുറത്തുള്ള ആളുകൾക്ക് നിങ്ങളെ ഡയറക്റ്റ് കാണുകയും കൂടി ചെയ്യുമ്പോണ്ടല്ലോ, ഈ വാക്കുകൾക്ക് പവർ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ അഥവാ എനിക്ക് തളർന്നു പരിചയം പോവാണെങ്കിൽ പോലുമില്ല. എങ്ങനെ
ഇപ്പൊ സ്റ്റേജ് കിട്ടല്ലോ. ഇപ്പം ട്രിവാൻഡ്രത്ത് ആയത് പറയുമ്പോൾ ഞാൻ ഇപ്പൊ വീട്ടിൽ എപ്പോഴും വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ സ്ഥലത്ത് നിന്നിട്ടാണ് എനിക്ക് അവസരങ്ങൾ കിട്ടാത്ത. ഞാൻ വല്ല കോഴിക്കോടോ മലപ്പുറത്തോ കണ്ണൂരോ എവിടെയെങ്കിലൊക്കെ പോയി താമസിക്കാൻ പോകുന്നത് ഞാൻ പറയാം. കാരണം നിങ്ങൾ സെക്ഷൻ വെക്കുന്നത് കോഴിക്കോട്, ഒക്കെ തിരുവനന്തപുരത്ത് വന്നിട്ട് അങ്ങ് എത്തണമെങ്കിൽ എനിക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ വേണം എന്നെ കൊണ്ടുവരണമെങ്കിൽ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സെക്ഷനാണ് അവിടെ വന്ന് എത്തിപ്പെടാന്ന് പറയുന്നത്. ആ സമയത്ത് ഒന്നീ ബ്രദർ കാണൂല. ഇപ്പോ KDF പ്രോഗ്രാം നടന്നില്ലേ കോഴിക്കോട്, മെയിൻ ആയിട്ട് ഞാൻ അവിടെ ഉണ്ടാവേണ്ട സംഭവം അത്രയും ആഗ്രഹിച്ച ഒരു സെക്ഷനായിരുന്നു ആ സംഭവം 3 ദിവസത്തെ പരിപാടി. എനിക്കൊടൊന്നും കൊണ്ടുവരാനില്ല. വാപ്പി രാവിലെ പണിക്കോ രാത്രി വരും. പിന്നെ ബ്രദർ ആരെങ്കിലും നാട്ടിൽ വരണം. കഴിഞ്ഞ സെക്ഷൻ പറ്റിയ സമയത്ത് ഇവിടെ യൂണിക്കേസ് കഴിഞ്ഞ സമയത്താണ് ബ്രദർ നാട്ടിൽ വന്നത്. എന്നിട്ട് ഒന്ന് ഇൻഷാല്ലാ ഞാൻ അടുത്ത ടൈമിൽ എന്തായാലും വരുമ്പോ പരിപാടി നടക്കുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ April 6 ഇരിക്കുമ്പോഴത്തേക്ക് എന്തായാലും ആരും എത്തില്ല. ആളിനി ജൂണിലേ വരുള്ളൂ. അതൊന്നും നിങ്ങള് ബേജാറുണ്ട്, നമ്മളെത്തും. നമ്മള് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഒക്കെ എത്തും ഇൻഷാല്ലാ. നിങ്ങൾ പ്രാർത്ഥിക്ക്. ഇൻഷാല്ലാ. നമ്മളെ പരിപാടിക്ക് എന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പൊ ഇല്ല, നമ്മുടെ എല്ലാം ഹസീന എടുക്കും. മാം ഇങ്ങനെ ഇപ്പൊ എല്ലാം പ്രോഗ്രാം എടുക്കാം. റീല് കണ്ടേ ആ ചെറുതൊക്കെ ഓൺലൈനാണ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഹസീന മാം ട്രിവാൻഡ്രാണ് കേട്ടോ. നമുക്ക് ആ വേണമെങ്കിൽ ഹസീന കണക്ട് മാം ചെയ്യാൻ പറ്റും. യെസ്. ആളിതുപോലെ സെഷൻസ് ചെയ്യാറുണ്ട് ആളെ വീട്ടിലും ആളെ അടുത്തൊക്കെ ആയിട്ട്. കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. ആള് അവിടെയാണ്. ഒരു ഖുർആന്റെ ക്ലാസ് പിന്നെ പിന്നെ മാം ഇങ്ങനത്തെ നമുക്കൊരു പ്രചോദനമാണ്. ഷംന മിസ്സിനെ പോലത്തെ പോലെ നമുക്ക് എല്ലതും ഉണ്ടായിട്ടും മടി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം ഉണ്ടായിട്ടും. പക്ഷെ ഇല്ലാത്തവരിലേക്ക് നോക്കുമ്പോ നമ്മളെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. എത്രത്തോളം നമുക്ക് തന്നിക്കണ് റബ്ബ് കഴിവ് തന്നിക്കണ് എന്നുള്ളത്. താങ്ക് യു റിൻസി മാം. ജുനൈദ അപ്പൊ മാം ഇപ്പൊ ഇൻഷാല്ലാ ജോയിൻ ചെയ്തതാ. ജുനൈദ ജുനൈദ മാം അസ്സലാമലൈക്കും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വലൈക്കും അസ്സലാം. എന്തൊക്കെ വിശേഷങ്ങൾ? ഞാൻ ഇപ്പൊ ലേറ്റ് ആയി പോയി തോന്നില്ലേ കുറച്ച്? അത് എന്റെ കസിന് ദുബായില് സ്ട്രോക്ക് ആയിട്ട് മരണപ്പെട്ടു. അങ്ങനെ അതെയോ? അവിടെ ആയിരുന്നു കസിൻ ബ്രദർ. അങ്ങനെ കുറച്ച് ലേറ്റ് ആയി. മയ്യത്തെത്തിയില്ല. നാളെ ഇൻഷാല്ലാ ദുആ ചെയ്യല്ലാരും. പിന്നെ ഇന്ന് ആരുതായിരുന്നു ടോക്ക്? ഞാൻ തന്നെയായിരുന്നു. ചെറിയ ആ ചെറിയ ടോക്ക്, അതെ. ചിന്ന ചിന്ന. അല്ല, ഷംന മാം സംസാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച അവരുടെ ടോക്ക് ആയിരിക്കും. അതാ ഫീഡ്ബാക്ക് സെഷൻ ആയല്ലേ. ഷംന മാം മനസ്സിലായി. എപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഫീഡ്ബാക്ക് പറയുമ്പോൾ നിങ്ങളെ ടോക്ക് പോലൊക്കെ തോന്നുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ കഴിവിനെ അല്ല പറ്റി. ഒരു അതെ. ഒരു നമുക്ക് അല്ല ഒരു ഭയങ്കര 6 വിഷമായി. മാസം മിസ്സായി പോയി. ഷംന മാമായിരുന്നു ഇത്ര നേരം സംസാരിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. അടിപൊളി. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഇൻഷാല്ലാ. സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്മെന്റ് ആക്കി എടുത്തിട്ട് ഇൻഷാല്ലാ ഇതുപോലെ ഒരു ടോക്ക് തുടങ്ങണം. സെക്ഷൻ വെക്കണം. ഇൻഷാല്ലാ. പിന്നെ വേറെ ആരാണ്? ഹഷീം ബ്രോ സംസാരിക്കാൻ പറ്റിയ ഉംറയില അവിടെ ഹലോ. അല്ലേ? സൗദിയിലല്ലേ? ആ, അല്ലല്ല. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. എന്നാ പോണേ? ഞങ്ങള് പോയിട്ടില്ല. April 2-ാം തീയതിയാണ്. ഓക്കെ ഓക്കെ ഉം ഓക്കെ ഉം. ഓക്കെ. പിന്നെ പ്രത്യേകം. ഞാനിങ്ങനെ ഇത് മുഴുവനും കേട്ടു. അപ്പൊ കേട്ട സമയത്ത് ഇപ്പൊ നേരത്തെ ജുനൈദ മാം പറഞ്ഞ പോലെ ഷംന മിസ്സിന്റെ ആണോ ക്ലാസ് എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാന് അതിന്റെ ഒരു അനുഭവം പറയാം. കുറച്ചു മുമ്പ് ഒരു 2 വർഷം മുമ്പാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരേറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് കുറെ ആള് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കണം, ഒരു വലിയൊരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണം എന്നാണ്. പക്ഷെ ഓർക്കുള്ള ഒരു ചെറിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാല് ഓർക്ക് ഇടക്കിടക്ക് വിക്ക് വരും സംസാരത്തില്. അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പറഞ്ഞു ഇനിയിപ്പം എന്നെ കൊണ്ട് കഴിയും തോന്നണില്ല. കാരണം 2 ആളെ മുമ്പില് ഒരു കാര്യം പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിചാരിച്ച സംഭവം വരൂല. അപ്പൊ ഭയങ്കര സങ്കടാണ്. അപ്പോ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാല് ഇനി കുറെ ആളുകൾ കൂടുന്നിടത്തൊന്നും ഞാൻ സംസാരിക്കൂല, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊരു തീരുമാനം വെച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാന് കുറച്ചു മുമ്പ് ഇതേപോലെ ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് എന്നോട് പറഞ്ഞടാ നല്ല രസമുണ്ട്, എനിക്കിങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ ഇട്ട സമയത്ത് തന്നെ ഓരിങ്ങനെ ആദ്യം പറഞ്ഞു എന്താ അപ്ലോഡ് ചെയ്യണ്ട, അത് പുറത്തേക്കൊന്നും വിടണ്ട, ആർക്കും ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ക്ലാസ് ഗ്രൂപ്പില് വെറുതെ വീഡിയോ ഒന്ന് ഇങ്ങനെ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി ഇട്ടതാണ്. അപ്പൊ അതിന്റെ അടിയിൽ കുറെ ആളുകള് ഇട്ട മെസ്സേജ് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ചില ആളുകളെ സംസാരം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ, ചിലർക്ക് ഓൽക്ക്
സംസാരിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ ഇന്ന ഇന്ന ന്യൂനതകൾ ഉണ്ട്, പക്ഷെ ഓരോന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയാണ്ട് ഇരിക്കണ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായി എന്ന് പറഞ്ഞാണ്ട് ആ ടീം എല്ലാരും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് കൂടിയാണ്ട് ഒരു വീട്ടിൽ പോയി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇതേപോലെ വേറൊരു സംഭവമാണ്. ഒരു കവിയത്രി ഉണ്ട് നമ്മളവിടെ നാട്ടിലാണ്. ഓരെന്തോ ഈ പുഴയും കടന്നു അങ്ങനെ എന്തോ ഒരു പുസ്തകം ഒരു 2024 തോന്നുന്നുണ്ട്, വർഷം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പൊ ആ പുസ്തകം കുറച്ച് ഈ അടുത്താണ് വായിക്കാനിടയായത്. അപ്പൊ ഇങ്ങനെ വായിക്കണ സമയത്ത് ഒരു ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ടതാണ്, മീറ്റ് ചെയ്തതാണ്. അപ്പൊ ഓര് പറഞ്ഞു കുറെ വർഷത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം എഴുതണം, ഒരു ജീവചരിത്രം എഴുതണം എന്നുള്ളത്. പക്ഷെ വീൽ ചെയറിലാണ്, പക്ഷെ എങ്ങനെ എഴുതും എങ്ങനെ തുടങ്ങും ഒന്നും അറിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്താ വലിയൊരു അവസരം വരുന്നത്. ഒരു വിരുന്നുകാരൻ വന്നതാണ് ഇങ്ങോട്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വന്നതാ. അപ്പൊ വന്ന സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ചെയ്തു തരുമോന്ന്. അപ്പൊ ഇതുവരെ വലിയ കാഴ്ചകളൊന്നുമില്ല, കുറെ വർഷങ്ങൾക്ക് ശേഷം കാണാം. അപ്പൊ ആയിക്കോട്ടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാണ്ട് സംസാരത്തിലൂടെ അയാൾ ഇങ്ങനെ അയാളെ കയ്യ് പേന വെച്ച് ഇങ്ങനെ എഴുതി ഒരു നല്ലൊരു പുസ്തകമാക്കി. ആ പുസ്തകം ഇന്ന് ഒരുപാട് ആളുകളിലൂടെ വിറ്റയച്ചു. അപ്പൊ അവരിങ്ങനെ പറയാണ് ഭയങ്കര സന്തോഷം. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കിങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ്, ചില ആളുകൾ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പൊ നമ്മള് മേമിനോടൊക്കെ പറയാനുള്ളത് പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും ആളുകൾക്ക്. നമ്മൾ ആദ്യമായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം പലരും പറയും ഓ എന്തൊരു ഫീലിംഗ് ആണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന സംസാരം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഓർമ്മ വന്നപ്പം പറഞ്ഞു എന്നുള്ളൂ. താങ്ക് യു അശ്വിൻ ഭായ്, താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ കഥകളാണ് കേട്ടോ സത്യം പറഞ്ഞാല്, നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാവും, അത് മറന്നുപോല. സാധാരണ നമ്മൾ ടോപ്പിക്കായിട്ട് സംസാരിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ നല്ല റിലേറ്റബിൾ കഥകളും കൂടെ ആണെങ്കിൽ നമ്മളുടെ ലൈഫിലുടനീളം ആ കഥ ഇങ്ങനെ നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും ചിലപ്പോ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന കാര്യങ്ങളായിരിക്കും മറ്റുള്ള കുറേ മനുഷ്യന്മാർക്കുള്ള ഒരു സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു സംഭവം. ഇപ്പോൾ സ്വന്തമായിട്ട് എഴുതാനും സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ അത് ഒഴിവാക്കി നിർത്തുന്ന സമയത്ത് അത് ചിലപ്പം മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ അവർക്കും കൂടെ ഒരു പ്രചോദനമായിട്ട് അവർ ആക്ഷനൊക്കെ എടുത്ത് തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സമാധാനം കിട്ടുന്ന എന്തെങ്കിലും കാര്യമൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോയിലും അതേപോലെ ബുക്കൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ചെയ്യുന്നുണ്ടാവുക. ബുക്കിന്റെ കാര്യം മാത്രമല്ല, ഏത് സ്കില്ലാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക, എന്ത് കഴിവ് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ചോദ്യം ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇങ്ങനെയൊക്കെ കഴിവുകൾ തന്നിട്ട് ഈ എന്ത് ചെയ്തു, എന്താ ഈ ചെയ്തത്, ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണോ? ഇപ്പം എന്റെ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. അമ്മ പറഞ്ഞോളൂ. പിന്നെ ഇപ്പൊ ഞാൻ മെഡിസിൻ വരെ കഴിക്കുന്നുണ്ട്. കാരണം എന്താ, സംസാരം കൂടിയിട്ട്. അപ്പൊ എന്റെ ഫാമിലി എന്ന് വെച്ചാല് പെണ്ണുങ്ങൾ അത്ര സംസാരിക്കരുത്, പെണ്ണുങ്ങൾ അങ്ങനെ സംസാരിച്ചാല് കുടുംബത്തിന് മോശമാണ്, അങ്ങനെയൊക്കെ ഉള്ളവര്. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ആ ഒരു ഇതായിരുന്നു. ഇപ്പോഴും ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരം നിർത്താൻ. അപ്പൊ എന്റെ ഒരു കഴിവായിട്ട് എനിക്ക് ഇങ്ങനെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടലുണ്ട്, അങ്ങനത്തെ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ഇപ്പൊ എന്നെ കാട്ടണേ, ഞാൻ സംസാരം കൂടിയതിന്റെ പേരിൽ ഇവരെന്നെ കാണിപ്പിക്കുക, എന്നിട്ട് അതിന് സപ്ലിക്കേഷൻസ് മെഡിസിൻ എടുപ്പിക്കുക. അപ്പൊ എങ്ങനെ വിചാരിക്കും എനിക്കിങ്ങനെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകുന്നിടത്ത് ഞാൻ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കലുണ്ടായിരുന്നു. അപ്പൊ അവിടുന്നൊക്കെ അവിടുത്തെ അമ്മമാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ് ഒരു ദുആ ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലൊരു ക്ലാസ്. അപ്പം നമുക്കൊരു റാഹത്താ മനസ്സിന്, ഒരു ക്ലാസ് എടുത്ത് വന്നാല് അല്ലെങ്കിൽ ഒരു ഓലൊക്കെ ആയിട്ട് സംസാരിച്ചാൽ. ഇതിപ്പം വലിയ മെഡിസിൻ കഴിപ്പിച്ച് ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ തന്നെ ഉറങ്ങിപ്പോവുക. അല്ല മാം, അത് അങ്ങനെ ഒരു സ്കില്ല് കിട്ടിയിട്ട് അതെങ്കില് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് എവിടെയോ ചില സ്ഥലങ്ങളിൽ ചിലപ്പം സംസാരിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ആ ഒരു ഇമോഷണൽ എന്താ പറയാ, ഇമോഷണലി ചില ആ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കും. ഇപ്പൊ ഇവിടെയൊക്കെ സംസാരിക്കുന്ന ഓക്കെ, ചില സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ മാമിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ സ്കില്ലുകൾ കിട്ടിയത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതൊരിക്കലും മരുന്ന് കുടിച്ച് ഒഴിവാക്കേണ്ട സാധനമൊന്നുമല്ല. അതൊരു സ്കില്ല് തന്നിട്ട് അത്
നല്ല രീതിയിൽ ഇതിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കരിയർ ഓപ്ഷൻസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ആ സംസാരിക്കാനുള്ള കഴിവാടെ നിർത്തി വെച്ചിട്ട് വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാല് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ട്. നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറയേണ്ട കാര്യം ആയിക്കോട്ടെ, എടുക്കേണ്ട ആക്ഷൻ ആയിക്കോട്ടെ. അതല്ലാത്തൊരു ഫീൽഡിലാകുമ്പോൾ നമ്മൾ ഇന്റൻഷനലി കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയൊക്കെ ചെയ്യണം. അതിന് ടൈം കുറേ സമയം എടുക്കും ഡെവലപ്പായി വരാൻ. അപ്പൊ അതൊന്ന് മൈൻഡിൽ വെക്കുക. 8 മാസം ഞാൻ സൈലന്റ് ആയി. എന്റെ നിക്കാഹ് കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പരമാവധി ഞാൻ മാക്സിമം സൈലന്റ് ആയി. പക്ഷെ ആ 8 മാസത്തിന് ശേഷം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിക്കാഹ് കഴിഞ്ഞപ്പോ എന്താക്കി, ഓരോ ഫാമിലിയൊക്കെ കുറച്ച് എന്താ പറയാ അടുക്കും ചിട്ടയും ഒരു എന്താ പറയാ നാട്ടിൽ തന്നെ ഒരു ഇതുള്ള ഫാമിലിയും അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ കയറി ചെന്ന്, എന്നോട് കല്യാണത്തിന് മുമ്പേ എല്ലാരും പറയുന്നു ഓവർ സംസാരിക്കരുത് കേട്ടോ, അവിടെ പോയി അങ്ങനെ നിക്കണം കേട്ടോ, ഇങ്ങനെ നിക്കണം. അങ്ങനെ അതൊക്കെ കേട്ട് ഞാൻ അവിടെ പോയപ്പോ സൈലന്റ് ആയപ്പോ എല്ലാരും പറഞ്ഞു സൈലന്റ് ആണ്, സംസാരിക്കുന്ന ആളല്ല, ഇനി എന്തായി കുട്ടിക്ക്. സംസാരിച്ച് തുടങ്ങിയപ്പോ എല്ലാരും ചോദിക്കണേ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടോ, സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് നാട്ടുകാര്. ഏതായാലും നോക്കണ്ടേ, ഏതായാലും ഫാമിലിന്റെ നോക്കിയിട്ട് സാഹചര്യം പോലെ സെറ്റാക്കി എടുത്തോളൂ ഇൻഷാല്ലാ. വേറെ ആരെങ്കിലും? ബാസിറ്റ്, അബ്ദുൽ ബാസിറ്റ്. വിളിച്ചോ? അല്ല, അല്ല, അബ്ദുൽ ഓവർ ബാസിറ്റ്. പെർസ്പെക്റ്റീവ് ചിലപ്പോൾ നമ്മളെ വീട്ടുകാർ നമ്മളടുത്ത് മരുന്ന് കുടിക്കാനൊക്കെ പറയുന്നതിന്റെ അവരെ മേ ബി എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളിത് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യോജിച്ച സാഹചര്യത്തിലാണോ എന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാം ശരിയാക്കും, നമ്മൾ ചെയ്യുന്ന നമുക്ക് ഒരിക്കലും തെറ്റൂലല്ലോ. പക്ഷെ അപ്പോൾ പുറത്തുനിന്നും കൂടെ ആലോചിച്ച് നോക്കും, ഇടയിലൊക്കെ പ്രശ്നമുണ്ടോ, നമ്മളെ ഫാമിലി കണക്ഷൻസ് ബാധിക്കുന്നുണ്ടോ. നമ്മളുടെ സൈഡ് ക്ലിയർ ആക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മറ്റേത് നമുക്ക് അവരെപ്പോഴും പ്രശ്നമായി പിന്നെ അതൊരു ഫാമിലി ഇഷ്യൂസിലേക്കൊക്കെ പോകാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ നമ്മൾ നല്ല ചെയ്തതിനു ശേഷം പിന്നെ അത്ര ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നില്ലായിരിക്കും. എന്തായാലും അടിപൊളി ബെസ്റ്റ് ആക്കാൻ പറ്റട്ടെ ഇൻഷാല്ലാ. പിന്നെ ബാസിത് സർ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? അബ്ദുൽ ബാസിത്ത്, പിന്നെ സുഹറ മാം, ഖാദർ സർ, ആർക്കെങ്കിലും ഗാലക്സി, ഷൈലാം ഇപ്പൊ ജോയിൻ ചെയ്താൽ പോണം. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും പോയിന്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ഒന്നുമില്ലല്ലോ, സെറ്റല്ലേ? എന്നാല് ലീവ് ചെയ്യല്ലേ. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. ബൈ ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച ഇതുപോലെ കാണാം. ഇൻഷാല്ലാ. താങ്ക് യു.